പരിശുദ്ധ റമദാൻ മനുഷ്യന് നൽകുന്ന ഒരു സന്ദേശം ആത്മസംസ്കരണത്തിന്റെ സന്ദേശമാണ്. ആത്മീയമായ ഔന്നത്യത്തിലൂടെ ഒരു മനുഷ്യൻ എത്രത്തോളം ഉയരാൻ കഴിയുമെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ മനസ്സാണ്. ആ മനസ്സിന്റെ നൈർമല്യം കൊണ്ട് അവൻ എത്രത്തോളം ഉയരാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടുകൂടി ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പാഠമാക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഭാവി ജീവിതത്തെ നല്ല രീതിയിൽ അള്ളാഹുവിലേക്ക് സമർപ്പണം ചെയ്യാൻ തയ്യാറാവേണ്ടത്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സവിശേഷത അവന് മലക്കുകളെക്കാൾ ഉയരത്തിൽ അള്ളാഹുവിങ്കൽ സ്വീകാര്യത നേടാൻ കഴിയുമെന്നാണ്. മാലാഖമാർക്ക് അള്ളാഹുവിങ്കൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട്? ആ മലക്കുകളെക്കാൾ മനുഷ്യൻ ഉയരത്തിൽ പോകും. അതെന്തുകൊണ്ട്? അവന്റെ മനസ്സിന്റെ നൈർമല്യം കൊണ്ട്, അവന്റെ മനോവിശുദ്ധി കൊണ്ട്. അതേസമയം ഇതേ മനുഷ്യൻ തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ മോശക്കാരനായി ഒരു മൃഗത്തെക്കാൾ അധപ്പതിക്കുവാനും അത് തന്നെ മതി. അങ്ങനെ തന്നെ ദീൻ നമ്മൾ പഠിപ്പിക്കുന്നു. രണ്ടും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ കുറിച്ച് ഈ സമൂഹത്തിൽ പഠിപ്പിച്ച മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉത്ബോധിപ്പിച്ചതാണ്. അള്ളാഹു മനുഷ്യനെ പടച്ചു, മലക്കുകളെ പടച്ചു, മൃഗങ്ങളെ പടച്ചു. മൂന്നിനെ കുറിച്ചുമുള്ളൊരു വിശകലനം വളരെ മനോഹരമായി കിതാബുകളിൽ കാണുവാൻ കഴിയും. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത്. മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. അത് നന്നായാൽ എല്ലാം റെഡിയായി. മനുഷ്യന്റെ മനസ്സ് നന്നായാൽ അവൻ പൊതുവെ നന്നായി. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഭൂമുഖത്തെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് വിശകലനം ചെയ്യുന്ന തസൗഫിന്റെ കിതാബുകളിൽ കാണാം, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരായ മലക്കുകൾ റക്കബല്ലാഹുൽ മലായികത ബിഅഖ്ലിൻ ബിലാ ശഹ്വത്തിൻ എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സംവിധാനിച്ചിരിക്കുന്നത് നല്ല ബുദ്ധി കൊടുത്തുകൊണ്ട്, എന്നാൽ അവർക്ക് യാതൊരു തരത്തിലും വൈകാരികതയില്ലാതെ. നമ്മളൊക്കെ വികാരത്തിനടിമകളാണ്. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈകാരികതയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലക്കുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രവണത അള്ളാഹു കൊടുത്തിട്ടില്ല. ഒരു മലക്ക് തെറ്റ് ചെയ്യുന്നില്ല എന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മലക്കിന്റെ സൃഷ്ടിപ്പിന്റെ ഘടന തന്നെ അങ്ങനെയാണ്. അവർ അള്ളാഹുവിന് ഒരിക്കലും എതിര് ചെയ്യില്ല. ലാ യഅസൂനല്ലാഹ്, അള്ളാഹുവിന് അവർ എതിര് ചെയ്യില്ല. എന്തുകൊണ്ട്? എതിര് ചെയ്യാനുള്ള പ്രവണതയില്ല. അവരെ പടച്ചിരിക്കുന്നത് അവർക്ക് വികാരം കൊടുക്കാതെയാണ്. മദ്യപിക്കണം, ആനന്ദിക്കണം എന്നൊരു വികാരം അവർക്കില്ല. ആ വൈകാരികതയില്ലാത്തൊരു സൃഷ്ടിപ്പായത് കൊണ്ട് തന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ അനുസരണാപാത്രങ്ങളായി മാത്രം പ്രവർത്തിക്കുന്നു. ധിക്കാരം എന്നൊരു സ്വഭാവം അവർക്ക് ഇല്ല തന്നെ. മറ്റൊരു സൃഷ്ടിയാണ് ഭൂമുഖത്തുള്ള മൃഗങ്ങൾ. ആ മൃഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഘടകവിരുദ്ധമായ ശൈലിയിലാണ്. എങ്ങനെയാണോ പടച്ച റബ്ബ് ഈ ഭൂമുഖത്ത് അള്ളാഹുവിന്റെ മാലാഖമാരെ, അല്ലെങ്കിൽ ഈ ഭുവനത്തിൽ അള്ളാഹുവിന്റെ മാലാഖമാരെ, പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ മാലാഖമാരെ ജീവിപ്പിക്കുന്നത്, അതിന് നേരെ വിരുദ്ധം റക്കബല്ലാഹുൽ ബഹായിം, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സംവിധാനിച്ചതുപോലെയല്ല മൃഗങ്ങളെ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. ബിശഹ്വത്തിൻ ബിലാ അഖ്ൽ, അവർക്ക് വികാരം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തീരെ ബുദ്ധിയില്ല എന്നല്ല. അന്നം കണ്ടാൽ തിരിച്ചറിയാൻ അവർക്കറിയും. അടി കിട്ടിയാൽ വേദനിക്കും. തന്റെ യജമാനനെ അനുസരിക്കാനുള്ള ചെറിയ പ്രവണതയൊക്കെ കാണിക്കും. നേരെ മറിച്ച് തിരിച്ചറിവ് എന്ന ഒരു ബുദ്ധിയില്ല. ഭോഗിക്കണമെന്ന് തോന്നിയാൽ നടുറോട്ടിൽ വെച്ചും ഭോഗിക്കും, ആളുകൾക്കിടയിലും ചെയ്യും. അവിടെ യാതൊരു തരം മാനഹാനി അനുഭവപ്പെടുന്നില്ല. അതെവിടെ വെച്ച് ചെയ്യണമെന്ന ചിന്ത അവർക്കില്ല. എന്ന പോലെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ ആരാന്റെ വെളിയിലേക്ക് ചാടി അവിടെ കണ്ടത് കടിച്ചു നിന്നുകൊണ്ട് അത് ആരുടേതാണെന്ന് നോക്കാതെ തന്റെ വിശപ്പകറ്റുക എന്ന കേവല തീരുമാനം മാത്രമാണ് ഒരു മൃഗത്തിനുള്ളത്. കോഴിയും ആടും ഒക്കെ അങ്ങനെ തന്നെ. നമ്മുടെ സഹോദരിമാർക്കൊക്കെ പലപ്പോഴും ആടിന്റെയും കോഴിയുടെയും പേരിൽ അയൽപ്പക്കക്കാരോട് ശണ്ട കൂടേണ്ട ഗതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആ ജീവിക്കറിയില്ലല്ലോ അതിനെക്കുറിച്ച്. അങ്ങനെ അയൽപ്പക്കക്കാരൻ്റെതിൽ കയറി കൊത്തുകയും ചാടിക്കടിക്കുകയും ചെയ്യുന്ന ആടും കോഴിയുമുള്ള അവസ്ഥ പലപ്പോഴും നമ്മൾ അനുഭവിക്കാറുണ്ട്. നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ അത്തരം ശണ്ടകൾ രൂപപ്പെട്ടു വരാറുണ്ട്. എന്തേ കാരണം? ആ മൃഗത്തിനോ ആ പക്ഷിക്കോ അതേക്കുറിച്ച് അറിയില്ലല്ലോ. ഇതാണ് മൃഗങ്ങളും അതുപോലെ തന്നെ മലക്കുകളും പടക്കപ്പെട്ടതിന്റെ രൂപഭാവമെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു റക്കബല്ലാഹു ബന ആദം, ആദം സന്തതികളെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത് ബികിലൈഹിമാ, ഇത് രണ്ടും കൊടുത്തിട്ടാണ്.
നമുക്കിത് രണ്ടുമുണ്ട്. മലക്കിന്റെ സ്വഭാവം അല്ലാഹു തന്നിട്ടുണ്ട്, മൃഗത്തിന്റെ സ്വഭാവം അല്ലാഹു തന്നിട്ടുണ്ട്. രണ്ടും പടച്ചിറപ്പ് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മൃഗീയമായ തൃഷ്ണകളൊക്കെ നമുക്കുണ്ട്. അന്നം തേടാനും ഭോഗിക്കാനും ആനന്ദിക്കാനുമുള്ള തൃഷ്ണയുണ്ട്. അതേസമയത്ത് ആരാധിക്കാനും റബ്ബ് പറഞ്ഞത് കേൾക്കാനുള്ള മനസ്സതുകൊണ്ട്. രണ്ടും നമ്മൾ അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ നമ്മുടെ സൃഷ്ടിപ്പിന്റെ രൂപമായി മനസ്സിലാക്കിയിട്ട് അതിൽ ഏത് മേലെ നിൽക്കുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നതും. അവിടെയാണ് നമുക്ക് മെറിറ്റ് കൽപ്പിക്കപ്പെടുന്നത്. അതിലേതാണ് നമുക്ക് മേലെ നിർത്താൻ കഴിയുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ തസൗഫിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു, ഫമൻ ഒലബ അഖ്ലുഹു അലാ ശഹ്വതിഹി ഫഹുവ ഖൈറും മിനൽ മലായിക. അങ്ങനെയാണ്. വമൻ ഒലബ അഖ്ലുഹു അലാ ശഹ്വതിഹി, ഒരാളുടെ ബുദ്ധി വികാരത്തെ മറികടന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ മാത്രം പാകത്തിൽ രൂപപ്പെട്ട് വരുന്നുവെങ്കിൽ ഫഹുവ ഖൈറും മിനൽ മലായിക, അവൻ മലക്കിനേക്കാൾ ഉന്നതനാണ്. വമൻ ഒലബത്ത് ശഹ്വതുഹു അലാ അഖ്ലിഹി, വമൻ ഒലബത്ത് ശഹ്വതുഹു അലാ അഖ്ലിഹി, ഒരാളുടെ വികാരമാണ് അവന്റെ ബുദ്ധിയെ മറികടക്കാൻ മാത്രമുള്ളതെങ്കിൽ, അവന് വൈകാരികതയാണ് വർദ്ധിച്ചിട്ടുള്ളതെങ്കിൽ ഫഹുവ ശർറും മിനൽ ബഹായിം, അവൻ മൃഗങ്ങളെക്കാൾ അധമനാകുന്നു. മൃഗത്തെക്കാൾ താഴെ പോകാനും മലക്കിനേക്കാൾ മുകളിൽ പോകാനും മനുഷ്യന് കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇത് അംഗീകരിക്കുന്നുണ്ട്. വലഖദ് ദറഅനാ ലി ജഹന്നമ കതീറൻ മിനൽ ജിന്നി വൽ ഇൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അധമരായ മനുഷ്യരെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം മനുഷ്യന്റെ ഔന്നത്യത്തെ കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വികാരങ്ങളെ, വിചാരങ്ങളെ, ശാരീരികമായ മോഹങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നവോ ഫഹുവ ഖൈറും മിനൽ മലായിക, അവൻ മലക്കിനേക്കാൾ മുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചിന്തിക്കണേ, നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്ന പ്രവർത്തനമാണ് വ്രതം. മനസ്സിനെ ശരിക്ക് അള്ളാഹുവിലേക്ക് ലയിപ്പിച്ചു നിർത്തിക്കൊണ്ട് മനസ്സിന്റെ നന്മ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചറപ്പ് നമുക്ക് തന്ന അള്ളാഹുവിന്റെ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രത്യേകതയുള്ള ഇബാദത്താണിത്. ഞാനതേക്കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്. നോമ്പിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും കേട്ടിരിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും മനസ്സിന്റെ നന്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചിന്ത പാളിപ്പോയാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തതിൽ അഹങ്കരിച്ചു പോയാൽ ആ നിമിഷം നമ്മുടെ ഈ ആരാധനയുടെ മഹത്വം നഷ്ടപ്പെട്ടു പോവുകയാണ്. നോമ്പിന്റെ നട്ടം വളരെ വലിയ നട്ടമാണ്. പട്ടിണി കിടക്കേണ്ട ഗതിയാണ് പിന്നെ ഉണ്ടാവുക. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന ചെറിയൊരു ചിന്തകൽപ്പിലേക്ക് കടന്നാൽ മതി. ഒരു മനുഷ്യന്റെ നിസ്കാരം ഫസാദാക്കാൻ ഇബ്ലീസ് ഉണ്ടാകും. നോമ്പും അതുപോലെ സകല ആരാധനകളും ധർമ്മബോധങ്ങളും നശിപ്പിക്കാൻ പിശാച് കൂടെ ഉണ്ടാകും. എന്നാൽ പിശാചിന് പഴപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് നോമ്പ്. നിസ്കാരത്തെ പഴപ്പിക്കാൻ പിശാചിന് അത്രത്തോളം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ ചിലപ്പോ കച്ചവടക്കാരനാണെങ്കിൽ എല്ലാ തരാനുള്ള കണക്ക് ഓർമ്മ വരും, കൊടുക്കാനുള്ള ഓർമ്മ വന്നില്ലെങ്കിലും തരാനുള്ളത് ഓർമ്മ വരും. കച്ചവടക്കാരനാണെങ്കിൽ കൈ കിട്ടി എന്നാലും നിസ്കാരം ബാത്തിലാകുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. നിസ്കാരം ബാത്തിലാകുന്ന എവിടെയും പറഞ്ഞിട്ടില്ല. അതേ സമയത്തോ ഒരാൾ ഹജ്ജിന് പോയാലും ശരി, ഹജ്ജ് അത്ര പെട്ടെന്നൊന്നും അങ്ങ് ബാത്തിലാവൂല. അവിടെയൊക്കെ ഒരുപാട് ഇളവുകളും സൗകര്യങ്ങളും ഒന്നാവും തന്നിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി വീട്ടിയാൽ മതി. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് പെട്ടെന്ന് പിശാച് പഴപ്പിച്ചളി. ഒരു മേനി നടിച്ചാൽ മതി മനസ്സിൽ, അല്ലെങ്കിൽ വൃത്തികേട് ചിന്ത മനസ്സ് തോന്നിയാൽ മതി. കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഇത് പോകും. പട്ടിണി അല്ലാഹുവിന് വലിയ വിഷയമല്ല. അത് നിങ്ങൾക്കും പ്രശ്നമല്ല. ഇപ്പൊ ഈ ഭാഗത്ത് ചെറിയ മുത്തഅല്ലിമീങ്ങൾ ഇരിപ്പുണ്ട്. നമ്മളെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ കുട്ടികൾ, അവരൊക്കെ നോമ്പ് നോക്കുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നോമ്പ് നിർബന്ധമില്ലാത്ത 7 വയസ്സിന്റെ താഴെയുള്ള കൊച്ചു കുട്ടികൾ നോമ്പ് നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു മനുഷ്യന്റെ മനോവികാരം എന്താണ്? ഇപ്പൊ നമ്മൾ ഇങ്ങനെ വലിയ വഴന്ന് കേൾക്കാനൊക്കെ വന്നിരുന്നു, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട്, ഒരുപാട് ദിക്ർ ചൊല്ലി. അപ്പൊ നമ്മുടെ മനസ്സിനിങ്ങനെ മേനി വരികയാണ്. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ പോകുമ്പോ പലരും പരിശുദ്ധ റമദാനിൽ പറഞ്ഞ ഞാൻ മഗ്‌രിബിന് പോയാൽ പിന്നെ തറാവി കഴിഞ്ഞിട്ടേ പോരാറുള്ളൂ. അതങ്ങനെ ആയാൽ മതി. 4 ആളോട് പറയേണ്ട കാര്യമില്ലല്ലോ. അത് 4 ആൾ കൂടുന്ന സ്ഥലത്ത് പറഞ്ഞെങ്കിലേ ഇയാൾക്കൊരു സന്തോഷമാവുള്ളൂ. ഞാൻ മഗ്‌രിബിന് കാരക്കയും കൊണ്ട് നോമ്പ് തുറന്നാൽ പിന്നെ തറാവി കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഒരു വസ്തുത പറയല്ല, അത് 4 ആൾ കേൾക്കാൻ വേണ്ടി പറയാം. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊരു വലിയ ആരാധകനാണ് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരു അടുത്ത ആളായി മാറുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ നിങ്ങളെ ഇബാദത്ത് നിഷ്ഫലമാണ്. ആ മനസ്സിന്റെ ചിന്ത കൊണ്ട് മനുഷ്യന്റെ ആരാധനയുടെ ഫലം അവിടെ ചെല്ലുമ്പോൾ ശൂന്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ചിന്തിക്കണം. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മുടെ മദ്ഹബിന്റെ ശൈഖാണ്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി
അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഉന്നമനത്തിന് വേണ്ട ഒരുപാട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അർഫഉന്നാസി ഖദറൻ മല്ലാ യറാ ഖദറഹു. അർഫഉന്നാസി ഖദറൻ, ജനസമൂഹത്തിലെ ഏറ്റവും നല്ല പദവിയുള്ളവനാരാണ്? മല്ലാ യറാ ഖദറഹു, അവന്റെ ഖദറിനെ കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് അറിയാത്തവനല്ല, ഞാനൊരു വലിയവനാണെന്ന തോന്നൽ മനസ്സിലില്ലാത്തവൻ. ഞാനൊരു വലിയവനാണെന്ന തോന്നൽ മനസ്സിലുള്ളവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരിക്കലും വലിയവനല്ല. ഒരുപക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ വലിയവനാണ്. ജനദൃഷ്ടിയിൽ വലിയവൻ, ഒരുപക്ഷെ പടച്ചിറപ്പിന്റെ ദൃഷ്ടിയിൽ വലിയവനല്ല. ഒന്നിരുന്ന് ചിന്തിക്കണം നിങ്ങൾ. ജനദൃഷ്ടിയിൽ വലിയവനാകലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ശരി അള്ളാഹുവിന്റെ മുമ്പിൽ വലിയവനാകണം. അള്ളാഹുവിന്റെ മുമ്പിൽ വലിയവനാണെന്ന് ഒരാൾക്ക് തോന്നണമെങ്കിൽ എന്ത് വേണം? അവന്റെ മനസ്സ് വിനയം കൊണ്ട് താഴോട്ട് വരണം. ഫലമുള്ള മരത്തിന്റെ ചില്ലകൾ താഴോട്ട് വിനയം കൊണ്ട് തൂങ്ങുന്നത് പോലെ നമ്മുടെ മനസ്സ് തൂങ്ങണം. ഞാനൊരു വലിയവനാണെന്ന ചിന്ത ഒരിക്കലും നമ്മുടെ കൽബിലേക്ക് കയറാൻ പാടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ശ്രദ്ധിക്കണേ. മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്നതിന്റെ രൂപഭാവങ്ങളെ കുറിച്ച് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹില്യത്തുൽ ഔലിയ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ചരിത്ര സംഭവങ്ങൾ ക്രോഡീകൃതമായ ഗ്രന്ഥത്തിൽ ആ മഹത്തുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു, അവർ ഈ ഭൂമുഖത്ത് എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട പരമപ്രധാനമായ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവർ ആരെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാൽ പ്രായ കൂടുതലുള്ളവനാണെങ്കിലും പ്രായ കുറവുള്ളവനാണെങ്കിലും ഒരേ ചിന്തയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്കാൾ പ്രായമുള്ളവനെ കാണും, നമ്മളെക്കാൾ പ്രായക്കുറവുള്ളവനെ കാണും. നമ്മളെക്കാൾ പ്രായം കൂടിയവനെയും പ്രായം കുറഞ്ഞവനെയും കാണുമ്പോൾ തസൗഫിന്റെ ഏറ്റവും നല്ല മാതൃക കാണിച്ച മഹാപണ്ഡിതന്മാർ അവരെങ്ങനെയാണ് പെരുമാറിയത് എന്നതിനെ കുറിച്ചൊരു സൂചന അതിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. അള്ളാഹുവിന്റെ ഇഷ്ടദാസനായ ഒരു മനുഷ്യൻ തന്റെ പ്രായത്തെക്കാൾ കൂടുതലുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ എന്ന് പറഞ്ഞാൽ 40 വയസ്സുള്ളൊരു മനുഷ്യൻ 60 വയസ്സുള്ളൊരു മനുഷ്യനെ കണ്ടാൽ എന്തു ചെയ്യും? അപ്പൊ മനസ്സിൽ ചിന്തിക്കും. എന്താ ചിന്തിക്കുന്നത്? ഹാദാ ഖൈറും മിന്നി അബദല്ലാഹ ഖബ്ലി. എന്തൊരു മനോഹരമായ ചിന്തയാണ്. ഹാദാ ഖൈറും മിന്നി, ഈ മനുഷ്യൻ എന്നെക്കാൾ എത്രയോ നല്ലവനാണ്. കാരണം എന്തുകൊണ്ട്? അബദല്ലാഹ ഖബ്ലി, എന്നെക്കാൾ എത്രയോ മുമ്പ് ഇവൻ പടച്ചറബിനെ ആരാധന നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ 40 കൊല്ലമാണ് എന്റെ റബ്ബിനെ ഇബാദത്ത് എടുത്തതെങ്കിൽ ഈ മനുഷ്യൻ 60 കൊല്ലം പടച്ചറബിന് എന്നെക്കാൾ 20 കൊല്ലം കൂടുതൽ ഇബാദത്ത് ചെയ്തവനാണ് അയാൾ. അപ്പോൾ ഒരു പ്രായം ചെന്ന ആളെ കാണുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഈ ആദരവ് പ്രകടമാകുകയാണ്. എന്തുകൊണ്ട്? വിനയം കൊണ്ട്. അല്ലാത്തവൻ അതൊരിക്കലും പറയാൻ കഴിയില്ല. ഈ മനുഷ്യൻ എന്നെക്കാൾ വളരെ കൂടുതൽ കാലം പടച്ചറബിനെ ഇബാദത്ത് ചെയ്തവനാണ്. ഹാദാ ഖൈറും മിന്നി അബദല്ലാഹ ഖബ്ലി. വല്ലാത്തൊരു ചിന്തയാണത്. എന്നാൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞൊരു മനുഷ്യനെ കണ്ടാലോ? ഒരു 20 വയസ്സുള്ള ഒരാള് 40 വയസ്സായ ആള് കാണുകയാണ്. ആ 20 വയസ്സുള്ള ആളെ കാണുമ്പോൾ ചിന്ത, ഹാദാ ഖൈറും മിന്നി ഇർതകബതു മിനദ്ദുനൂബി മിമ്മർതകബ. കണ്ടോ നിങ്ങൾ? അപ്പോഴും ചിന്ത അങ്ങനെ തന്നെയാണ്. ഹാദാ ഖൈറും മിന്നി, ഈ ചെറുപ്പക്കാരൻ എന്നെക്കാൾ എത്രയോ നല്ലവനാണല്ലോ. ഇർതകബതു മിനദ്ദുനൂബി, ഞാൻ എത്രയോ തെറ്റ് ചെയ്തു. മിമ്മർതകബ, ഇവൻ ചെയ്തതിനേക്കാൾ, ഇവൻ തന്റെ ജീവിതത്തിൽ ചെയ്തതിനേക്കാൾ എത്രയോ തെറ്റുകൾ ഞാൻ ചെയ്തു. 20 കൊല്ലമേ അവൻ ജീവിച്ചുള്ളൂ. ആ 20 കൊല്ലത്തെ കളവോ അല്ലെങ്കിൽ ദോഷമോ അവനുണ്ടാകുമെങ്കിൽ ഞാൻ 40 കൊല്ലം ജീവിച്ചു. 20 കൊല്ലം അവനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഞാൻ കളവ് പറഞ്ഞിരിക്കും. ഒരു പക്ഷേ എന്റെ മനസ്സിലേക്ക് ദുശ്ചിന്ത കടന്നു വന്നിരിക്കും. ഒരു പക്ഷേ എന്റെ മനസ്സിലേക്ക് എന്തെങ്കിലും വൃത്തികെട്ട ചിന്തകൾ കൊണ്ടുവരുന്ന പ്രവർത്തനം ഞാൻ ചെയ്തിരിക്കും. അല്ലാഹുവേ, എന്നെക്കാൾ എത്രയോ മേലെയാണവൻ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തമുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വൈകാരികതയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊരാളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ചിന്ത വരുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ പരിശുദ്ധ റമദാനിൽ അല്പമൊക്കെ ആരാധനകളൊക്കെ നിർവഹിച്ച് നമ്മളൊരു പ്രത്യേകമായ ആരാധന ഔന്നത്യത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നമുക്ക് കൃത്യമായി തോന്നുകയാണ്, ഞാനിപ്പോൾ ഒരുപാട് വളരെ മുമ്പിലാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. ഇത് മനസ്സിന്റെ കറയാണ്. ഇത് മനസ്സ് കുറെ വൃത്തികിടന്ന് ഇങ്ങനെ കള്ളുപിടിക്കൊന്നും വേണ്ട, വ്യഭിചരിക്കും വേണ്ട, തമ്മാടിത്തം ചെയ്യേണ്ട. മനസ്സിന് കറ പിടിക്കാൻ എളുപ്പമുണ്ട്. വെള്ള പേപ്പറിൽ ഒരു കറുത്ത പുള്ളി വിടാൻ വളരെ എളുപ്പമുള്ളതുപോലെ നമ്മുടെ നല്ല മനസ്സിൽ കറ വിടാൻ എളുപ്പമുണ്ട്.
എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കറ വീഴാത്തൊരു കൽബ് നിങ്ങൾക്കുണ്ടോ, അത്ഭുതകരമായ ഔന്നത്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. അത് വലിയൊരു ലോകമാണ് തസൗഫിന്റെ ലോകം. മനസ്സ് നന്നായാൽ ആ മനുഷ്യന് ഒരുപാട് പ്രയോജനങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ശരീരം നന്നാകുന്നത് കൊണ്ടല്ലത്, കൽബിന്റെ നന്മ കൊണ്ടൊരു മനുഷ്യന് എവിടെയൊക്കെ പോകാൻ പറ്റുന്നറിയോ? അതാ ചിന്തിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഇട്ടദാസന്മാരായി മാറുമെന്ന് മാത്രമല്ല, ഭൂമുഖത്ത് തന്നെ നമുക്ക് അള്ളാഹു വലിയ ഔന്നത്യം നൽകുകയാണ്. അതാ ചിന്തിക്കേണ്ടത്. അതിനാദ്യം എന്ത് വേണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ദുനിയവിയായ ബന്ധം ലേശൊന്ന് കുറക്കണം. ഭക്ഷണം കഴിക്കണ്ട, വസ്ത്രം ധരിക്കണ്ട, നല്ല വീടുണ്ടാക്കണ്ട എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവുമായുള്ള ബന്ധം അല്പൊന്ന് വിടർത്തുക. എങ്ങനെ? അതും തസൗഫിന്റെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നമ്മളും ദുനിയാവും തമ്മിലുള്ള ബന്ധം കൽ മാഇ വസ്സഫീനത്തി അനിൽ കസ്സഫീനത്തി വൽ മാഇ. എന്താണ് പറഞ്ഞത്? പെട്ടെന്നൊന്നും മനസ്സിലാവൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കേണ്ടത് അവന്റെ മനസ്സിന്റെ ഔന്നത്യം എന്ന് പറയുമ്പോ കസ്സഫീനത്തി വൽ മാ, വെള്ളവും കപ്പലും പോലെ. അതെങ്ങനെയാ? കപ്പൽ ഓടണമെങ്കിൽ വെള്ളം വേണം. വെള്ളമില്ലാതെ കപ്പൽ ഓടൂല, വെള്ളത്തിലേ കപ്പൽ ഓടൂ. കപ്പൽ വെള്ളത്തിൽ മാത്രമേ ഓടൂ എന്ന പോലെ നമുക്ക് ഓടണമെങ്കിൽ ഇന്ധനം വേണം. ദുനിയാവിൽ ജീവിക്കാൻ പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ ഈ പന്തൽ ഇവിടെ സംവിധാനിക്കണമെങ്കിലും, ഈ സൗണ്ട് സിസ്റ്റം ഇവിടെ സംവിധാനിക്കണമെങ്കിലും, ഇനിയിപ്പോ ആ കെട്ടിടം പൂർത്തിയാക്കാനും പുതിയ ഭാഗം നമുക്ക് എടുക്കാനും ഒക്കെ പണം വേണ്ടേ? പണമില്ലാതെ ഓടാൻ കഴിയില്ല. കപ്പൽ വെള്ളത്തിലേ ഓടൂ. നമ്മൾ പണമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ. രണ്ടും ഒരുപോലെ. പക്ഷെ എന്താ പ്രശ്നം? ആ കപ്പലും വെള്ളവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകത എന്താ? ആ കപ്പൽ ഓടാൻ വെള്ളം വേണം, പക്ഷെ ആ വെള്ളം കപ്പലിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അപകടമാണ്. ഇതാ ദഖലൽ മാഉ ഫിസ്സഫീനത്തി ഹലക. കപ്പലിലേക്ക് വെള്ളം കയറിയാൽ മുങ്ങും, ഉറപ്പാണ്, നശിക്കും. എന്ന പോലെ ദുനിയാവിൽ നിങ്ങൾക്ക് ഓടാനുള്ള ഇന്ധനമായ ഈ പണം നിങ്ങളെ കൽബിലേക്ക് കടന്നാൽ നിങ്ങൾ നശിക്കും. അത് കൽബിലേക്ക് കയറ്റാൻ പാടില്ല. കപ്പലിന്റെ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്ത പോലെ ദുനിയാവ് കൽബിലേക്ക് കടക്കാതെ കയ്യിൽ മാത്രം വെച്ചോണ്ടിരിക്കണം. അപ്പൊ ചോദിക്കുമ്പോ കൊടുക്കാൻ തോന്നും, പാവപ്പെട്ടവരെ സഹായിക്കാൻ തോന്നും, നാളെയും പടച്ചറപ്പ് എനിക്ക് തരും തോന്നും. കൽബിലാണെങ്കിൽ അത് തോന്നൂല. അതുകൊണ്ടാണ് മഹാപണ്ഡിതന്മാർ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എനിക്ക് നീ പണം എന്റെ കയ്യിൽ തരണം, കൽബിൽ വേണ്ട. ആരാന്റെ മുമ്പിൽ ഇരക്കാതെ ജീവിക്കാൻ കയ്യിൽ പണം വേണം. ജീവിതകാലത്തൊരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ നമ്മുടെ കുടുംബത്തിന്റെ അത്യാവശ്യത്തിന് വേണ്ടിയോ ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടേണ്ട ഗതികേട് പടച്ചറബേ ഞങ്ങളിൽ ഒരാൾക്കും നീ വരുത്തല്ല തമ്പുരാനെ. നല്ലോണം ആമീൻ പറഞ്ഞോളേ. ദാരിദ്ര്യം വലിയ വിഷയം തന്നെയാണ്. ദാരിദ്ര്യം വലിയ അപകടമുള്ള കാര്യമാണ്. അള്ളാഹു ദാരിദ്ര്യത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പണം കയ്യിലുണ്ടാവും, വലിയ സമ്പത്തുള്ള ആളാ, നല്ലതിനൊക്കെ കൊടുക്കും. കാരണം ഈ തന്ന പടച്ചറപ്പ് വീണ്ടും തരുമെന്ന കാര്യത്തിൽ ഒരു തർക്കമല്ലല്ലോ. പിടിച്ചു വെച്ചിട്ടൊരു കാര്യമല്ല. തരുന്നവന് വിജയത്തിന് വേണ്ടി 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മലക്കുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കും, അല്ലാഹുവേ നല്ലതിന് കൊടുക്കുന്നവന് വീണ്ടും വീണ്ടും കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ രീതിയിൽ ഹൃദയത്തെ ദുനിയാവുമായി കപ്പലിന്റെ പലകകൾ വെള്ളത്തെ അകറ്റി നിർത്തും പോലെ. കപ്പൽ അങ്ങനെയാ, നല്ലോണം വെള്ളമുള്ള സ്ഥലത്ത് വലിയ കപ്പലോടും, നല്ലോണം പൈസ ഉള്ള ആൾക്ക് നന്നായി ജീവിക്കാൻ പറ്റും ഭൂമിയിൽ, ഒക്കെ ശരിയാ, ഉദാഹരണം വളരെ ശരിയാ. പക്ഷെ എത്ര വെള്ളം ഉണ്ടെങ്കിലും ഒരു തുള്ളി അകത്ത് കയറിയാൽ അത് കൂടുതലായി കപ്പൽ മുങ്ങും. എന്ന പോലെ ദുനിയാവ് കൽബിലേക്ക് കയറിയാൽ എത്ര വലിയ മുതലാളിയാണെങ്കിലും ശരി, അയാൾ ചെയ്ത സൽക്കർമ്മം ഒന്നും പിന്നെ ഉണ്ടാവില്ല. പിന്നെ അയാൾ മേനി നടിക്കാൻ തുടങ്ങി. ഹൃദയത്തിലേക്ക് പണം കയറുമ്പോഴാണ് ഞാൻ പണക്കാരനാണെന്ന് തോന്നുക. ഹൃദയത്തിലേക്ക് പണം കയറാതിരിക്കുമ്പോഴോ അള്ളാഹുവിന്റെ പണമാണ് എന്റെ കയ്യിലുള്ളതെന്ന് തോന്നും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് എത്ര വലിയ പണക്കാരനാണെങ്കിലും ശരി, അയാൾക്ക് ദീനുണ്ടെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ ആ പണവും അയാളും തമ്മിലൊരു മറയുണ്ടാകും. അപ്പോൾ അയാൾക്ക് അള്ളാഹു വീണ്ടും വീണ്ടും വർധനവ് കൊടുക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പണക്കാരനാകട്ടെ ദരിദ്രനാവട്ടെ ആരാവട്ടെ, അവന്റെ മനസ്സാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. അങ്ങനെ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മനസ്സിന്റെ ഔന്നത്യം എവിടെ വരെ എത്തും മനുഷ്യനെ? ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഔന്നത്യം ഒരു മനുഷ്യനെ എവിടെ വരെ എത്തിക്കും? ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞു, ഒറ്റ ഉദാഹരണം. അത് പറഞ്ഞിട്ട് പറയുമ്പോൾ വേഗം മനസ്സ് എവിടെ എത്തും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധതി നമ്മളെ പഠിപ്പിക്കുന്ന മഹനീയമായ നമ്മുടെ പൂർവ്വഗാമികളുടെ ചരിത്ര മുത്തുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. ഞാൻ മനസ്സുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇമാമുന അലി റളിയല്ലാഹു തആല അലിയുൻ കറമല്ലാഹു വജ്ഹഹു നിങ്ങൾക്കൊക്കെ അറിയാം. ചരിത്രത്തിൽ പരിചയ സമ്പന്നനായ മഹാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു വാക്കുണ്ട്, അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ ഇൽമിന്റെ നഗരമാണെങ്കിൽ അതിലേക്കുള്ള പ്രവേശന കവാടമാണ് എൻ്റെ അലി.
അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അലി റളിയല്ലാഹു തആല ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടുമാണ് തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിവിയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തത്. പണക്കാരായ സ്വഹാബത്ത് മോഹിക്കാത്തത് കൊണ്ടല്ല, വലിയ പണക്കാരായ സ്വഹാബത്തിന് തന്റെ മകളെ കൊടുക്കാൻ നബി തങ്ങൾ ശ്രമിക്കാതിരുന്നത് അലി തങ്ങളുടെ മെറിറ്റ് കണ്ടുകൊണ്ടാണ്. പാപ്പനാണ് അലി റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തന്റെ വീട്ടിൽ നരകയാതന അനുഭവിച്ച മഹാനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം അബൂ താലിബിന്റെ വീട്ടിൽ പട്ടിണി കിടന്ന മക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ്. അപ്പോഴാണ് നബി തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളർത്തുന്നത്. നബി തങ്ങൾ സ്പോൺസർ ചെയ്ത കുട്ടിയാണ്. എന്നിട്ടും അത്രമാത്രം ദാരിദ്ര്യത്തിന്റെ നീരാളി പിടുത്തത്തിൽ കഴിഞ്ഞൊരു മനുഷ്യന് പടച്ചറപ്പ് തന്റെ മകളെ, പടച്ചറപ്പിന്റെ പ്രവാചകർ തന്റെ മകളെ കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇൽമു കൊണ്ടാണ്. ആ മനുഷ്യന്റെ ഇൽമു കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ തഖ്വ കൊണ്ടാണ്. നല്ല ശുദ്ധമായ ഒരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവാണ് ഞാൻ പറയുന്നത്. താരീഖിന്റെ കിതാബിൽ കാണാം, അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ഈ ലോകത്തോട് വിട പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിം ഖലീഫയായി. സിദ്ദീഖ് തങ്ങളും കാലത്തോട് വിട പറഞ്ഞു. മൂന്നാമത്തെ ഖലീഫയായി വരുന്നു, രണ്ടാമത്തെ ഖലീഫയായി വരുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി നിൽക്കുന്ന സമയത്ത് ഒരു സംഭവം നടന്നത് താരീഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫ സ്ഥാനം വഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഭവനത്തിൽ കിടന്നുറങ്ങുമ്പോൾ, മനഃശുദ്ധിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സ് ശുദ്ധമായാൽ എവിടെയെത്തുമെന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ആർക്കും തർക്കമില്ലാത്ത വിധം താരീഖിന്റെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച സംഭവമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് സുബഹിക്ക് മുമ്പാണ്. പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെ എത്രയോ മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. സദസ്സിലുള്ള ആണും പെണ്ണും ശ്രദ്ധിക്കണം, ഇത് സ്വപ്നമാണ്. മഹാനവറുകൾ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം കാണുന്ന സ്വപ്നം എന്താണ്? കഅന്നഹു യുസല്ലിൽ ഫജ്റ ഖൽഫ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ പുറകിൽ സുബഹി നിസ്കരിക്കുകയാണ്. മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പുറകിൽ തക്ബീർ കെട്ടി സുബഹി നിസ്കരിക്കുന്ന കാഴ്ച അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. ഒരിക്കലും യാഥാർത്ഥ്യമല്ല, സ്വപ്നമാണ്. ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പുണ്യ തിരുദൂതർ മരിച്ചു പോയിട്ടുണ്ട്. ഒന്നാം ഖലീഫ കഴിഞ്ഞിട്ടുള്ള ദിക്റുകളൊക്കെ ചൊല്ലി ദുആ കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തു വരികയാണ്. മഹാനവർകൾ പള്ളിയിൽ നിന്ന് പുറത്തു വരികയാണ്. സംഭവം ശരിക്കും താരീഖിൽ രേഖപ്പെടുത്തി കാണുന്നു. മഹാനവർകൾ പുറത്തു വരുന്ന സമയത്ത് അതാ കൃത്യമായി മനസ്സിലാക്കണം. വഹുവ അലാ ബാബിൽ മസ്ജിദി. അദ്ദേഹം പള്ളിയുടെ വാതിൽക്കലെത്തി വാതിൽ കടന്ന് പുറത്ത് കിടക്കാൻ, മസ്ജിദുൻ നബവിയുടെ പുറത്ത് കിടക്കാൻ നിൽക്കുമ്പോൾ, അന്നഹു റഅ ഇംറഅതൻ, ഒരു പെണ്ണിനെ കാണുന്നു. വഫി യദിഹാ തബഖും മിൻ തംർ. തബഖും മിൻ തംറിൻ, കാരക്കയുടെ ഒരു വട്ടിയും പിടിച്ചുകൊണ്ട് ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്നു. അതിന്റെ പുറത്ത് ഒരു കാരക്കയുടെ വട്ടിയും പിടിച്ചുകൊണ്ടൊരു പെണ്ണ് നിൽക്കുന്നു. നല്ല മനോഹരമായ കാരക്കയുണ്ട് അതിൽ. അതെന്തിനാ കൊണ്ടുവന്നിട്ടുള്ളത്? പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയിരുന്നു. ഏതെങ്കിലും തോട്ടത്തിൽ ആദ്യത്തെ വിളയുണ്ടായാൽ ഉസ്താദിനെ കൊണ്ടുപോയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ വല്ല തങ്ങന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് നേർച്ചേക്കും, അല്ലെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടു കൊടുക്കും, ലേലം ചെയ്യും. അങ്ങനെയാണ് പള്ളിക്ക് ലേലം ചെയ്യും. വാഴക്കൊല വെച്ചാൽ ആദ്യത്തെ കൊല വെട്ടിയിട്ട് പള്ളിക്ക് കൊണ്ടു കൊടുക്കും, ലേലം ചെയ്യും. പണ്ടൊക്കെ അങ്ങനെ തന്നെ ബർക്കത്തിന്റെ പരിപാടി. ഇപ്പൊ അതിനൊന്നും ആരും നിൽക്കാറില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പണ്ട് പിടിയരി കൊടുത്തിരുന്നു. നമ്മുടെ ഒരു തോട്ടം വാങ്ങിയാൽ ആ തോട്ടത്തിൽ ആദ്യത്തെ വിഭവം പള്ളിക്ക് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഉസ്താദുമാർ കൊണ്ടു കൊടുത്തിരുന്നു, ആദ്യത്തെ പഴം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു പണ്ടൊക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു കോഴീനെ വാങ്ങിയിട്ട് കോഴി മുട്ടയിട്ടാൽ ആദ്യത്തെ മുട്ട നേരെ കൊണ്ടുപോയിട്ട് പള്ളിയൊക്കെ ഒരു മുട്ട, അന്നൊരു മുട്ടയ്ക്ക് വിലയുണ്ട്. 11 വലിയ വിലയില്ല, നമ്മൾ കളിപ്പിക്കൂല. അങ്ങനത്തെ ഒരു ബറക്കത്ത് ചിന്തിച്ചിരുന്ന, ബറക്കത്ത് സിദ്ധിച്ചിരുന്ന ഒരു കൗമുണ്ടായിരുന്നു. അതൊക്കെ പോയി. മാരകമായ രോഗമൊക്കെ ഇങ്ങനെ അല്പാൽപമായി വന്നുകൂടുന്ന ഇതൊക്കെ തന്നെ. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹം പുറകോട്ട് പോയി സമ്പാദ്യ മേഖലയിൽ മാത്രം ചുരുങ്ങി. സമ്പാദിക്കേണ്ടത് ഇസ്ലാം പറഞ്ഞിട്ടില്ല, ഞാനതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇരിക്കെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അറിയാം ഇത് ദ്വാരപ്പിക്കാൻ കൊണ്ടുവന്നതാണ്. ആ പെണ്ണിന്റെ തോട്ടത്തിൽ ആദ്യം വിളഞ്ഞ ഇക്കൊല്ലത്തെ കാരക്കയാകാം. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് കൊടുക്കലാണ് തന്റെ ഡ്യൂട്ടി എന്ന് അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ചോദിക്കണ്ട. ആ പെണ്ണ് പറഞ്ഞു, ഖദ്ദിംഹു ലിറസൂലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിനൊന്ന് കൊണ്ടുപോയി കൊടുക്കണേ. എന്തിനാണെന്ന് ചോദിച്ചില്ല, ചോദിക്കണ്ട. അത് കൃത്യമായി അറിയുന്ന കാര്യമാണ്, പ്രാഥമിക വിവരം കൊണ്ട് അറിയുന്ന കാര്യമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അത് വാങ്ങിക്കൊണ്ടുപോയി അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തു. ഇന്നാൽ ഇന്ന പെണ്ണ് കൊണ്ടുവന്നതാണ്, പെണ്ണേതാണെന്നറിയില്ലെങ്കിലും പറഞ്ഞു
റസൂലുള്ളാഹി ദുആ ചെയ്തു. അതിൽ നിന്നും ഒരു കാരക്ക എടുത്ത് കഴിച്ചു. ഒരു കാരക്ക അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് കൊടുത്തു. താരീഖിന്റെ കിതാബിൽ കാണാം, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ഉറക്കത്തിലാണ് ആ കാരക്ക കിട്ടിയത്. അതിങ്ങനെ തിന്നുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം കാരക്ക തിന്നുന്നത് സ്വപ്നത്തിൽ അങ്ങനെ തിന്നുകയാണ്. തിന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അനുഭൂതി. അതെന്താ? ആ കാരക്കക്ക് അപാരമായ മധുരം. സാധാരണഗതിയിൽ മദീനത്തിൽ ലഭ്യമാകുന്ന കാരക്കയേക്കാൾ എന്തോ ഒരു കൂടുതൽ മധുരം. ആ മധുരം അദ്ദേഹം വല്ലാതെ ആസ്വദിച്ച് അദ്ദേഹം ആ മധുരം അങ്ങ് തിന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു മോഹം. ആ മോഹം വളച്ചു കെട്ടാതെ നബി തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിന്റെ തിരുദൂതരോട് അദ്ദേഹം പറഞ്ഞു, സിദ്നി തംറത്തൻ ഉഖ്റാ യാ റസൂലല്ലാഹ്, സിദ്നി തംറത്തൻ ഉഖ്റാ, ഒന്നും കൂടി തരൂ നബിയേ, ഒരു കാരക്ക കൂടി എനിക്ക് തരുമോ നബിയേ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ആ കാരക്കയുടെ മഹാത്മ്യം ഓർത്തുകൊണ്ട് ചോദിച്ചതാണ്, സിദ്നി തംറത്തൻ ഉഖ്റാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ എനിക്കൊരു കാരക്കയും കൂടി അങ്ങ് തരുമോ? പക്ഷെ റസൂലുള്ളാഹി കൊടുത്തില്ല. അള്ളാന്റെ റസൂൽ ആ കാരക്ക കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ വല്ലാത്തൊരു ദുഃഖമുണ്ടായി. വല്ലാത്തൊരു ദുഃഖം. ഒരുപക്ഷെ ഇത് എല്ലാവർക്കും കൊടുക്കണമെന്ന് കരുതിയിട്ട് ഒരാൾക്ക് തന്നെ കൂടുതൽ കൊടുക്കാതിരുന്നതാണ്. എന്താവട്ടെ, അലി റളിയല്ലാഹു തആല ഒരു വല്ലാത്തൊരു വിഷമം. സാധാരണ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വന്നാൽ അവർക്കൊക്കെ നബി തങ്ങൾ കൊടുത്തു തീർക്കലാണ്. ഒരു ചെറിയ പങ്കേ നബി തങ്ങൾ എടുക്കുള്ളൂ. എന്ന പോലെ ഒന്ന് അലി തങ്ങൾ കൊടുക്കും, ബാക്കി കൊടുക്കണല്ലോ. അപ്പൊ ഒന്ന് കിട്ടിയുള്ളൂ, രണ്ടാമത്തെ കിട്ടിയില്ല. അപ്പൊ ഒരു വിഷമം. ഈ വിഷമം അനുഭവിച്ചപ്പോ അതൊരു ടെൻഷനായി മാറിയപ്പോ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നുപോയി. ടെൻഷൻ കൊണ്ട് ഉണർന്നുപോയി. അങ്ങനെയാണ് സ്വപ്നം കാണുമ്പോൾ ടെൻഷൻ വന്നാൽ പെട്ടെന്ന് ഉണരും. അതങ്ങനെ പെട്ടെന്ന് ഉണർന്നപ്പോ അദ്ദേഹത്തിന് വല്ലാത്തൊരു മനപ്രയാസം. കാരണം കാരക്കയില്ല, ജമാഅത്തുമില്ല, ഒന്നുമില്ല, ആകെപ്പാടെ എന്തോ ആയിപ്പോയി. മനസ്സിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിക്കണം. വെറും കഥ പറയുകയല്ല. അങ്ങനെ അദ്ദേഹം ആകെ ടെൻഷനിലായി. ആ കാരക്ക പോയ ടെൻഷൻ മനസ്സിലിങ്ങനെ ഉണ്ട്, അത് മുഖത്ത് കാണാം. അപ്പോഴേക്കും സമയം നോക്കുമ്പോൾ സുബഹി ബാങ്ക് വിളിക്കാനായി. മസ്ജിദുൻ നബവിയിലേക്ക് അദ്ദേഹം തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ പോയി ബാങ്ക് വിളിച്ച് അവിടുന്ന് സുന്നത്തൊക്കെ കഴിഞ്ഞ് ഇമാമായി ഉമറുൽ ഫാറൂഖ് തങ്ങളതാ മിഹ്റാബിലേക്ക് കയറി നിന്നു. ജമാഅത്ത് തുടങ്ങി. ഇനിയുള്ള കാര്യം സ്വപ്നമല്ല, ശ്രദ്ധിക്കണം. ഇനിയുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നായകത്വത്തിൽ നമസ്കാരം നിർവഹിക്കപ്പെടുകയാണ്. മഅ്മൂമായി നിന്ന ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നിസ്കാരം കഴിഞ്ഞ ശേഷം അതാ പുറത്തു വരികയാണ്. നിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി. നേരത്തെ പോലെ തന്നെ വഹു അലാ ബാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിൽക്കൽ ബഹുമാനപ്പെട്ടവരെത്തവേ അന്നഹു റഅംറഅതൻ വഫിയദിഹാ തബഖും മിൻ തംർ, നേരത്തെ സ്വപ്നത്തിൽ കണ്ട അതേപോലെ ഒരു സംഭവം ഇവിടെ ആവർത്തിക്കുകയാണ്. ഏതോ ഒരു പെണ്ണ് പാത്രത്തിൽ കാരക്കയും കൊണ്ടുവന്നിരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ഏതാണെന്നറിയില്ല. കാരണം പർദ്ദ ധരിച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്ന പെണ്ണാണ്. ഹിജാബിന്റെ ആയത്തൊക്കെ വന്ന് നബി തങ്ങളെ കാലം കഴിഞ്ഞ്, സിദ്ദീഖ് തങ്ങളെ കാലം കഴിഞ്ഞ് പെണ്ണുങ്ങൾ ശരിക്കും മറച്ചു ജീവിക്കുന്ന കാലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിലും ഒരു പെണ്ണെന്നേ പറയുന്നുള്ളൂ, ഇപ്പൊ കണ്ടതും ഒരു പെണ്ണെന്നേ പറയുന്നുള്ളൂ. ആ പെണ്ണ് തന്നെ ആയിക്കോണമെന്നില്ലല്ലോ. അങ്ങനെ പെണ്ണിന്റെ കയ്യിൽ ഈ സാധനമുണ്ട്. പെണ്ണ് നബി തങ്ങളുടെ പള്ളിക്ക് മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഈ കാരക്കപാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അലി തങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോ പറഞ്ഞു, ഖദ്ദിം ഖുലി അമീറുൽ മുഅ്മിനീൻ, ഇതൊന്ന് അമീറുൽ മുഅ്മിനീന് കൊണ്ടുപോയി കൊടുക്കണേ. എന്തിനാണെന്ന് ചോദിക്കേണ്ട, ഉദ്ദേശം വ്യക്തമാണ്. ഇതൊന്ന് അമീറുൽ മുഅ്മിനീന് കൊടുക്കണേ. അമീറുൽ മുഅ്മിനീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമറുൽ ഫാറൂഖ് തങ്ങളെയാണ്. അത് എടുത്തുകൊണ്ടുപോയി നേരെ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. മഹാനായ ഉമറുൽ ഫാറൂഖ് റഹിമഹുല്ലാഹ് മഹാനവർകൾ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തൊരു കാരക്ക എടുത്ത് തിന്നതിന്റെ ശേഷം ഒരു കാരക്ക എടുത്തുകൊണ്ട് അലി തങ്ങൾക്ക് കൊടുത്തു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്ക് ഒരു കാരക്ക കൊടുത്തു. ആ കാരക്ക അലി തങ്ങൾ തിന്നു. തിന്നപ്പോൾ സ്വപ്നത്തിൽ അനുഭവിച്ച പോലെ അനുഭൂതി, വല്ലാത്ത മധുരം. മധുരത്തിന്റെ പാരമ്യത കൊണ്ട് അദ്ദേഹം തുറന്നു തന്നെ മടിയില്ലാതെ ചോദിച്ചു, സിദ്നി തംറതൻ ഉഖ്റാ യാ അമീറുൽ മുഅ്മിനീൻ, സിദ്നി തംറതൻ ഉഖ്റാ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഒരു കാരക്കയും കൂടി എനിക്ക് തന്നൂടെ, ഒരു കാരക്കയും കൂടി എനിക്ക് തന്നൂടെ. സദസ്സിലിരിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരങ്ങളും വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. എന്താണ് അതിന് ഉമർ തങ്ങൾ മറുപടി പറഞ്ഞത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്താ മറുപടി പറഞ്ഞത് ചിന്തിക്കണം നിങ്ങൾ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന
മനസ്സ് ശുദ്ധനായ ഒരു തരത്തിലും കാപ്പട്യമില്ലാതെ അള്ളാഹുവിലേക്ക് മനസ്സ് നട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. ഉമറിന്റെ നാവുമേൽ സത്യം വെച്ചിട്ടുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ഉമർ ഒരു വഴിയിൽ കേറിയാൽ പിശാച് മറ്റു വഴിക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞതാണ്. ഉമറിന്റെ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? നിയ്യത്ത് നന്നായതുകൊണ്ട്, ഇഖ്ലാസ് കൊണ്ട്, മനഃശുദ്ധി കൊണ്ട്. എന്താണ് അലി റളിയല്ലാഹു തആല ചോദിച്ചത്? സിദ്നി തംറതൻ ഉഖ്റാ യാ റസൂൽ, സിദ്നി തംറതൻ ഉഖ്റാ യാ അമീറൽ മുഅ്മിനീൻ. എന്താ മറുപടി പറഞ്ഞതെന്നറിയാം? അത്ഭുതപ്പെട്ടു പോയി. ആ മറുപടി കിട്ടി ഞെട്ടി. എന്താ പറഞ്ഞത്? മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ മറുപടി അത്ഭുതകരമാണ്. ലൗ സാദക റസൂലുള്ളാഹി ലസിദ്നാക, ലൗ സാദക റസൂലുള്ളാഹി ലസിദ്നാക. ഒന്ന് തന്നില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇതിൽ കൂടുതൽ തന്നിരുന്നുവെങ്കിൽ ഞാനും തരുമായിരുന്നു. ലൗ സാദക റസൂലുള്ളാഹി, റസൂലുള്ളാ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തന്നിരുന്നുവെങ്കിൽ ലസിദ്നാക, ഞാനും തരുമായിരുന്നു. റസൂലുള്ളാ തന്നിട്ടില്ലല്ലോ, അവിടെ അത് മതി. ഞെട്ടിപ്പോയി. റസൂലുള്ളാ ഒന്നേ തന്നിട്ടുള്ളൂ എങ്ങനെ ഇദ്ദേഹം അറിഞ്ഞത്? അത് സ്വപ്നത്തിൽ നടന്ന സംഭവമല്ലേ? എന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ റസൂലുള്ളാഹിനോട് ഒരു കാര്യമൊക്കെ ചോദിച്ചു, തന്നില്ല. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ ഇപ്പൊ അതേ വർത്തമാനം പറഞ്ഞു, റസൂലുള്ളാ തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ ഒന്നെന്നെ തരുള്ളൂ. ഞെട്ടിത്തെറിച്ചു പോയി. സ്വന്തം മനസ്സിലുള്ള വൈകാരികത ഇദ്ദേഹം എങ്ങനെ തിരിച്ചറിഞ്ഞു? തുറന്നു ചോദിച്ചു, നിങ്ങൾക്ക് വഹിയുണ്ടോ? ആ വഹിയും ബഅദ റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ ശേഷം വഹിയുണ്ടോ? അതോ ഞാൻ കണ്ട സ്വപ്നം എന്റെ വീട്ടിൽ ഞാൻ കിടന്നുറങ്ങുമ്പോ കണ്ടതുപോലെ നിങ്ങളും കണ്ടോ? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ചിന്തിക്കണം എന്റെ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല മറുപടി പറഞ്ഞത് എന്താണ്? ആ മറുപടി പറയാനാണ് ഞാൻ ഈ സംഭവം വിശദീകരിച്ചത്, കഥ പറയാനല്ല. ആ മറുപടി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്, കഥക്ക് വേണ്ടിയല്ല. മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? വലാകിന്നൽ മുഅ്മിന ഇദാ അഖ്ലസ ഖൽബഹു യറാ. അല്ലാഹുവിന്റെ പരിശുദ്ധതയും പഠിപ്പിച്ച കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇത് വൈബല്ല, ഇത് വഹിയല്ല, ഇത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്? ഇത് ഒരിക്കലും ലാ വഹിയുൻ, വഹിയൊന്നുമല്ല. ഇത് പിന്നെന്താ? വലാകിന്നൽ മുഅ്മിന ഇദാ അഖ്ലസ ഖൽബഹു അസ്ബഹ യറാ ബിനൂരില്ലാഹ്. എന്താണ് പറഞ്ഞ വാക്ക്? ഒരു മനുഷ്യൻ അല്ലാഹുവിൽ മനസ്സ് ഇഖ്ലാസോട് കൂടി സമർപ്പണം ചെയ്താൽ ആ മനുഷ്യന് മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാൻ പറ്റും, ലൗഹിൽ നോക്കി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും. നാളെ ഇവിടെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്ന ചില ആളുകളുണ്ട്. അത് കവടി നിരത്തി ഗണിക്കലല്ല, ഏതെങ്കിലും ആളുകൾ അത്ഭുതത്തോടു കൂടി ജനങ്ങളെ വഞ്ചിക്കലല്ല, മറിച്ചോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ലൗഹിൽ നോക്കി വായിച്ച മഹത്തുക്കൾ ഉണ്ടായിരുന്നു. അവർക്കതിന് കഴിവുണ്ടായിരുന്നു. അവരാ തരത്തിൽ സമൂഹത്തോട് പറയുമായിരുന്നു. അവർക്ക് അതിനുള്ള കഴിവ് പടച്ചുറപ്പ് കൊടുത്തിട്ടുണ്ട്. എത്രയോ ആളുകൾ നമുക്കിടയിൽ തന്നെ ജീവിച്ചവരാണ്. നമുക്ക് മുമ്പിലൂടെ തന്നെ കടന്നു പോയവരാണ് പലരും. വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യവും യുക്തവുമായി സമൂഹത്തോട് പറഞ്ഞവർ. അത് മറക്കാൻ പറ്റുമോ? നേരത്തെ ഇവിടെ SMF ക്യാമ്പ് വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. തൊട്ടടുത്ത് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി ഒരു അനുഭവം പറയുമായിരുന്നു. ദാറുൽ നിന്നും അദ്ദേഹത്തിന്റെ സ്മരണിക പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പ്രസിദ്ധീകരണത്തിലും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചാപ്പരങ്ങാടി ബാപ്പ് മുസ്ലിയാരുമായി ബന്ധപ്പെട്ടതാണ് സംഭവം. മഹാനായ CH ഹൈദറോസ് മുസ്ലിയാർ, ചാപ്പരങ്ങാടി ബാപ്പ് മുസ്ലിയാർ, ചമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജി, വേറെ രണ്ടുപേർ ചാപ്പരങ്ങാടി ഉസ്താദിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ പലപ്പോഴും അവിടെ കൂടാറുണ്ട്, പലതും ചർച്ച ചെയ്യാറുണ്ട്. അവരൊക്കെ ചാപ്പരങ്ങാടി ഉസ്താദിന്റെ തെർബിയത്ത് കിട്ടിയവരാണ്. അങ്ങനെ ചാപ്പനങ്ങാടി ഉസ്താദിന്റെ വീട്ടിൽ ഇവരിയ്ക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട്ട് PMS പൂക്കോയ തങ്ങൾ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. രോഗിയാണ് അദ്ദേഹം. അങ്ങനെ ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു അത്രേ, ഹൈദ്രോസ് മുസ്ലിയാരെ, നിങ്ങൾ വേഗം ഒന്ന് പാണക്കാട്ടേക്ക് പോകണം, നിങ്ങളെ അവിടെ ആവശ്യമുണ്ട്. മഹാനായ ഹൈദ്രോസ് മുസ്ലിയാർ ചാപ്പനങ്ങാടി ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ചിന്തിക്കാറില്ല. അവിടുന്ന് പറഞ്ഞത് അപ്പടി നടപ്പാക്കും. എന്തിന് എന്ന ചോദ്യമില്ല. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട CH ഉസ്താദ് പാണക്കാട്ടേക്ക് വിട്ടു. ഈ സദസ്സിലെ ചർച്ച അവർ തുടർന്നു. എന്തിനാ അദ്ദേഹത്തെ പറഞ്ഞയച്ചു എന്നാരും ചോദിച്ചില്ല, ചോദിക്കാൻ പറ്റൂല. ചാപ്പനങ്ങാടി ഉസ്താദ് പറയുന്നതാണ്. ഒരേ സമയം അവർ പലതും ചർച്ച ചെയ്ത് പെട്ടെന്ന് ചാപ്പനങ്ങാടി ഉസ്താദ് എഴുന്നേറ്റ് അത്രേ, നമുക്കും പോകണം പാണക്കാട്ട്, നമ്മൾക്കും പോകണം പാണക്കാട്ട്. എഴുന്നേറ്റു എല്ലാവരും. ചാപ്പനങ്ങാടി ഉസ്താദ് ഉണ്ട്, ഹൈദ്രോസ് മുസ്ലിയാർ പോയിട്ടുണ്ട്, ചമ്മുക്കം കുഞ്ഞാപ്പു ഹാജി രണ്ടുപേര്, വേറെ രണ്ടുപേര്, 4 പേര് ഒരു കാറ് കയറി നേരെ അവര് പുറപ്പെടുകയാണ് പാണക്കാട്ടേക്ക്.
പാണക്കാട്ടേക്ക് പുറപ്പെടുമ്പോൾ വഴിക്കൊരു ഹോട്ടലിന്റെ ചാരത്ത് നിർത്തിയിട്ട് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാട് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ആ ഹോട്ടലിൽ പോയിട്ട് ഒരു ചായ കുടിക്കും. ഈ രണ്ടാളുകളോട് കുഞ്ഞാപ്പു ഹാജിനെ കുറിച്ച് പറഞ്ഞു, എനിക്കും കുഞ്ഞാപ്പൂനും ഒരു ചായ ഇങ്ങോട്ട് എടുത്തോളൂ, കുഞ്ഞാപ്പൂന്ന് അദ്ദേഹം വിളിക്കുക, ഒരു ചായ ഇങ്ങോട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കാറിലേക്ക് 2 ചായയും കൊണ്ടുവരാൻ പറഞ്ഞു. ഇവരാണെങ്കിൽ അവർ രണ്ടുപേരും അങ്ങോട്ട് പോവാൻ. അവര് ചായ കുടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയ സമയത്ത് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാട് ഉസ്താദ് മഹാനായ ചെമ്മുക്കൻ കുഞ്ഞാപ്പു ഹാജിയോട് പറഞ്ഞു, പത്രേ കുഞ്ഞാപ്പു നമ്മളെ മുതലിന്ന് പോകട്ടോ എന്ന് പറഞ്ഞ വാക്കതാ. കുഞ്ഞാപ്പു നമ്മളെ മുതലിന്ന് പോകട്ടോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞു. ഒന്നും മനസ്സിലായില്ല. മറ്റുള്ളവർ ചായ കുടിച്ചു വന്നു, 2 പേര് കയറി വാഹനം വിട്ടു. പാണക്കാട്ടെ പടിയണ് കയറുന്ന സമയത്ത് അല്പനിമിഷം മുമ്പ് പാണക്കാട് പൂക്കോയ തങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തങ്ങളുടെ വസ്ത്രമൊക്കെ മാറാൻ സഹായിച്ചുകൊണ്ട് ഹൈദ്രോസ് മുസ്ലിയാർ കൂടെ നിൽക്കുന്നു. നേരത്തെ ഹൈദ്രോസ് മുസ്ലിയാർ അങ്ങോട്ട് അയച്ചത് അതിനാണ്. മുതലിന്ന് പോകുമെന്ന് പറഞ്ഞത് ഈ ഉദ്ദേശത്തിലാണ്. ഇത്ര കൃത്യമായി ഇത് നോക്കിക്കാണാൻ എങ്ങനെ പറ്റി? ഈ സംഭവം ഹൈദ്രോസ് മുസ്ലിയാർ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അവിടുത്തെ അധരങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞാപ്പു ഹാജി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവം ദാറഖുദയുടെ കുഞ്ഞാപ്പു ഹാജി സ്മരണയിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. കളവ് പ്രിന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എത്ര കൃത്യമാണത്. അതാണ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മനസ്സ് നന്നായാൽ ആ നല്ല മനസ്സുകൊണ്ട് അത്ഭുതകരമായ ചില സംഭവങ്ങൾ കാണാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. അല്ലാതെ ആകാശത്തെ പറക്കലും നടക്കലൊന്നുമല്ല. മനുഷ്യന്റെ മനസ്സ് ശുദ്ധമായാൽ കാര്യങ്ങൾ നേരിട്ട് പഠിക്കുക. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. അത് വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും നേടിയെടുക്കുന്ന ഒരു മനോവിശുദ്ധിയാണ്. നമുക്ക് എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാ അഖദ്ന തസവ്വുഫ അനിൽ ഖീലി വൽ ഖാൽ. എന്തെങ്കിലും കേട്ടും പഠിച്ചുണ്ടാക്കിയതൊന്നല്ല ഈ തസവ്വുഫ്. ഞങ്ങൾ ഈ തസവ്വുഫ് പഠിച്ചത് അങ്ങനെയൊന്നല്ല, എവിടെങ്കിലും എഴുതി വെച്ചത് വായിച്ചിട്ടോ കൗലും കീലി പഠിച്ചിട്ടോ അതൊന്നല്ല. വലാകിൻ അനിൽ ജൂഇ വ തർക്കി ദുനിയ, വലാകിൻ അനിൽ ജൂഇ വ തർക്കി ദുനിയ. ദുന്യാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് അഥവാ ദുന്യാവിനെ നിയന്ത്രിച്ചുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് തെർക്കി ദുന്യ, ദുന്യാവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമുക്ക് ആഡംബരമായി തോന്നുന്നതും സൗഖ്യമായി തോന്നുന്നതും ഒക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു. ദുന്യാവിലെ സുഖം വേണ്ടെന്ന് തീരുമാനിച്ചു. തസൗഫ് അഥവാ ആത്മീയത എന്ന് പറയുന്നത് സഫാഉൽ മുആമലതി മഅല്ലാഹ്, സഫാഉൽ മുആമലതി മഅല്ലാഹ്, അല്ലാഹുമായിട്ടുള്ള കലർപ്പില്ലാത്ത പെരുമാറ്റം. അതാണ് നോമ്പ്. അല്ലാഹുമായി കലർപ്പില്ലാത്ത പ്രവർത്തനം. ഒരു കലർപ്പുമില്ല. ദാഹമുണ്ട്, വെള്ളം കുടിച്ചാൽ ആരും അറിയില്ല, ഒരു മനുഷ്യനും കാണാതെ നമുക്ക് വെള്ളം കഴിക്കാൻ പറ്റുമെങ്കിലും നമ്മളത് കഴിക്കുന്നില്ല. കലർപ്പില്ല പടച്ചിറപ്പുമായി. അല്ലാഹുമായി യാതൊരു തരത്തിലും കലർപ്പില്ലാത്ത ബന്ധമാണ്. ആ ബന്ധമാണ് തസൗഫ്. അത് തന്നെയാണ് ഉയർച്ച. അത് അത്ഭുതകരമായതാണെന്ന് കരുതണ്ട. നമുക്കും നേടാൻ പറ്റും. ഏത് സാധാരണക്കാരനും ആ പദവിയിലേക്ക് ഉയരാൻ പറ്റും. അതിന് നല്ല മനസ്സ് വേണം. അപ്പോഴേക്ക് നമ്മുടെ മനസ്സിന്റെ കോണിലേക്ക് പിശാച് കയറി വരും. അങ്ങനെ പിശാച് കയറി വന്ന് നമ്മളെ എന്തെങ്കിലും ചെയ്യിപ്പിക്കും. നമ്മൾ വല്ലൊരു മനുഷ്യനാണെങ്കിലും ശരി, ഇപ്പോ അലിപ്പറമ്പനെ കാണുമ്പോഴേക്കും എനിക്ക് തോന്നുകയാണ് അയാൾ പോക്കാന്ന് എനിക്ക് തോന്നിയാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ വലിയ ആളാന്ന് എനിക്ക് തോന്നുമ്പോൾ അയാൾ പോക്കാൻ തോന്നുന്നേ. വേറൊരാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്ത വരിക. പക്ഷെ കുറെയൊക്കെ നന്നാവാൻ തീരുമാനിച്ച ആൾക്കാരാണെങ്കിൽ അവരെ പഠിച്ചപ്പോ അവിടെ വെച്ച് നന്നാക്കി കൊടുക്കും. ആ ചിന്ത മനസ്സിൽ ഇല്ലാതാക്കി കൊടുക്കും. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ മനോഹരമായ ഒരു സംഭവം പറയുന്നു. ഇഹ്യാ ഉലൂമുദ്ദീനിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട സംഭവം നോക്ക് നിങ്ങൾ. മഹാനവറുകൾ പറയുന്നത് അബൂ സഈദുൽ ഖറാസിന്റെ ചരിത്രമാണ്. അബൂ സഈദുൽ ഖറാസ് വലിയൊരു നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. പക്ഷെ ഏത് നല്ല മനുഷ്യന്മാരും ചിലപ്പോൾ ചിലർക്ക് ചിന്തിച്ചു പോകും, പിശാച് ചിന്തിപ്പിക്കും. അബൂ സഈദുൽ ഖറാസ് നല്ല പണ്ഡിതനാണ്, നല്ല മഹാനാണ്, നല്ല വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നോക്കും നിങ്ങൾ. നമ്മളതാ പഠിക്കണം. മനസ്സ് നന്നായാൽ എങ്ങനെ ഉണ്ടാകും എന്നതിനെ കുറിച്ച് മാത്രമേ ഞാനിന്ന് പറയുന്നുള്ളൂ. ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. ഒരു കറാഹത്തും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യനെ നിർത്തി നോക്കട്ടെ. വളരെ സൂക്ഷിച്ച് അല്ലാഹ് എന്ന ചിന്തയിൽ എന്ന് പറഞ്ഞാൽ ദുന്യാവിലെല്ലാം സൗകര്യമാകാം, ഭാര്യ മക്കള് സുഖം ഒക്കെ എടുക്കാം, ഒന്നും കുഴപ്പമില്ല. കളങ്കില്ല ഞാൻ മതി. കച്ചവടം നടത്താം, എല്ലാം ചെയ്യാം. കണ്ണിയത്ത് ഉസ്താദ് വരെ കച്ചവടം നടത്തിയില്ലേ? പക്ഷെ ഈ കാലഘട്ടത്തിന് അത് യോജിക്കൂല. അത് പൊളിഞ്ഞു പോയി. കാരണം മരം വാങ്ങാൻ വരുന്ന ആൾക്കാരോട് മരത്തിന് എന്നെ കേടുണ്ടെന്ന് ആദ്യം പറയും, പിന്നെ ആരുത്ത് വാങ്ങാനോ? ആ കച്ചവടം പൊളിഞ്ഞു.
ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, അബൂ സയ്യിദുൽ ഖറാസ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ വാക്കോടെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നു, ദഖൽതുൽ മസ്ജിദൽ ഹറാം. അബൂ സഈദ് റളിയല്ലാഹു തആല പറയുന്നു, ഞാൻ ഒരു ദിവസം മസ്ജിദുൽ ഹറാമിലേക്ക് കടന്നു ചെന്നു. നമ്മളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ മക്കത്തെ പള്ളിയിലേക്ക് കടന്നു. മസ്ജിദുൽ ഹറാമിലേക്ക് ഞാൻ കടന്നപ്പോൾ ഫറഅയ്തു ഫഖീറാ, ഞാനൊരു ഫക്കീറിനെ കണ്ടു. പള്ളിയിലേക്ക് അങ്ങ് കയറിയപ്പോൾ പള്ളിയിൽ ഒരു ഫക്കീറുണ്ട്. എന്താണ് ആ ഫക്കീറിന്റെ പ്രത്യേകത? അലൈഹി ഖിർഖത്താനി, ഖിർഖത്ത് എന്നാണ് തുണിക്കണ്ടമാണ്, 2 തുണിക്കഷ്ണമുണ്ട്. 2 തുണിക്കഷ്ണം എടുത്തൊരു സാധു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്, കണ്ടാൽ തന്നെ ദരിദ്രനാണ്, 10 പൈസക്ക് ഗതിയില്ലാത്തവനാന്ന് ഉറപ്പാ. 10 പൈസക്ക് ഗതിയില്ലാത്ത ഒരാളെ മസ്ജിദുൽ ഹറാമിൽ കണ്ടു. ആകെ 2 വർഷം തുണിയുള്ള വേറൊന്നും ആകില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ മസ്ജിദുൽ ഹറാമിലേക്കാണ് കടക്കുമ്പോൾ ഒരു 5 പൈസക്ക് ഗതിയില്ലാത്ത ഒരാളെ അവിടെ കണ്ടു. ആരാ കണ്ടത്? അബൂ സഈദ് റളിയല്ലാഹു തആല. ഫഖുൽതു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ സ്വയം പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ മനസ്സിൽ തോന്നി, ഹാദാ വ അശ്ബാഹു കല്ലുൻ അലന്നാസ്, ഹാദാ വ അശ്ബാഹു, ഇവനും ഇവനെ പോലത്തവരും, ഇവനും ഇവനെ പോലെയുള്ള ആളുകളും കെല്ലുൻ അലന്നാസ്, ജനങ്ങൾക്കൊരു ഭാരമാണല്ലോ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ പഠിച്ചോനെ ഇപ്പം വന്നു കുടുങ്ങി എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു തോന്നൽ ചില ആൾക്കാർക്ക് ഉണ്ടാവും. ഇവനും ഇവനെ പോലത്തെ ആൾക്കാരും വല്ലാത്തൊരു ഭാരമാണ് സമൂഹത്തിൽ. കാരണം ഇവരെ സമുദായം പിരിവിട്ട് സഹായിക്കേണ്ടി വരും, ഇപ്പോൾ ഒരു പിരിവ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ വല്ലതും കീശയെ കയ്യിലിട്ട് കൊടുക്കേണ്ടി വരും. ഇവനും ഇവനെ പോലത്തെ ആൾക്കാരും നമുക്കൊരു ഭാരമാണ് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിട്ടേ ഉള്ളൂ, പറഞ്ഞിട്ടൊന്നുമില്ല, തോന്നിയിട്ടേ ഉള്ളൂ. ഇയാളാണെങ്കിൽ കുറച്ച് ദൂരെയാണ്. അബൂ സഈദ് റളിയല്ലാഹു തആല ഇവിടെ ഇരിക്കുന്നു, അദ്ദേഹം കുറച്ച് ദൂരെ. അയാളെ കണ്ടപ്പോ 5 പൈസ ഗതിയില്ലാത്ത മനുഷ്യനോ, അവനൊക്കെ ഈ സമൂഹത്തിന് വലിയ ഭാരാട്ടോ എന്ന് മനസ്സ് തോന്നി, അത്രേ ഉള്ളൂ. ഫഖുൽതു ഫീ നഫ്സി എന്നാണ്. ഉറക്കെ പറഞ്ഞിട്ടൊന്നുമില്ല, ആരോടും പറഞ്ഞിട്ടില്ല, ഒരാളോടും ഒരു ഈബത്തായിട്ട് പറഞ്ഞില്ല, കൽബിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഹൃദയത്തെ കുറിച്ചുള്ള സംസാരം. ആ സമയത്തോ അദ്ദേഹം അവിടെ പള്ളിയിലിരുന്നു. പള്ളിയിലിരുന്നപ്പോഴേക്കും ഫനാദാനി, ആ മനുഷ്യൻ വിളിച്ചു. അയാൾ വിളിച്ചു, നാദാന്ന ദൂരം തന്നെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. വിളിച്ചു. അദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ടില്ല, തൊട്ടടുത്ത ആളോടും പറഞ്ഞിട്ടില്ല, മനസ്സ് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ആ 2 കഷ്ണം തുണി മാത്രം കയ്യിലുള്ള ആ പാവം മനുഷ്യൻ വിളിച്ചു ഇയാളെ. അബൂ സഈദ് റളിയല്ലാഹു തആല വിളിച്ചപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു തആല അന്തം വിട്ട് ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹം അബൂ സഈദ് റളിയല്ലാഹു തആലയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, വഖാല, അയാൾ പറഞ്ഞു, വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂഹ്. എന്താണത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 135-ാമത്തെ ആയത്ത് ഓതി കൊടുത്തു. വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂഹ്. വഅലമു, മനസ്സിലാക്കിക്കോ, അന്നല്ലാഹ യഅലമു, പടച്ച റബ്ബ് അറിയുന്നുണ്ട്, മാ ഫീ അൻഫുസികും, നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുന്ന സകല കാര്യങ്ങളും, ഫഹദറൂഹു, പടച്ചോനെ പേടിച്ചോ. എന്താണ് പറഞ്ഞത്? നിന്റെ ഹൃദയത്തിൽ ഇപ്പൊ എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്, അത് അള്ളാഹ് അറിയുന്നുണ്ട്, നല്ലോണം ശ്രദ്ധിച്ചോ. ഇയാളുടെ ഹൃദയത്തിൽ ഇയാൾ പറഞ്ഞ വാക്കെങ്ങനെയാണ് ആ മനുഷ്യൻ അറിഞ്ഞത്? അത്ര ദൂരേക്ക് ഈ മനുഷ്യനെ എത്തിച്ചു കൊടുത്തത് എന്താണ്? ഒരു കണക്ഷനും ഇല്ലല്ലോ, ഒരു വാട്സപ്പ് ഇല്ല, ട്വിറ്റർ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. എങ്ങനെ അയാളത് വായിച്ചെടുത്തു? അയാളത് അറിഞ്ഞു എന്ന് മാത്രമല്ല, അയാൾ നേരെ വന്നിട്ട് പറഞ്ഞ വാക്ക് വഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹദറൂഹ്. പേടിച്ചുപോയി അബൂ സഈദ് റളിയല്ലാഹു അൻഹു, പേടിച്ചുപോയി. കള്ളക്കഥയൊന്നും ഇമാം ഗസാലി തങ്ങൾ ധരിക്കൂല. ഏറ്റവും വലിയ ദിശനാശാലിയായ ഗ്രീക്കുകാർ ഇസ്ലാമിനെതിരെ തൂലിക ചലിപ്പിക്കുമ്പോൾ തന്റെ തൂലിക പടവാളാക്കി ഗ്രീക്കുകാരെ അടക്കിയിരുത്താൻ മാത്രം ദിശനാശക്തി അള്ളാഹ് നൽകിയ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ച അബൂ ഹമദുൽ ഗസാലി റഹ്മത്തുള്ളാഹി ഒരു പൊളിവാക്ക് എഴുതി വെക്കൂല, ഒരു കള്ളക്കഥ എഴുതൂല. ധാർമ്മികതയുടെ ഉദാഹരണങ്ങൾ തന്നെ ഇഷ്ടം പോലെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അബൂ സഈദ് റളിയല്ലാഹു തആല പേടിച്ചുപോയി. അദ്ദേഹം പേടിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഫസ്തഗ്ഫർതു ഫീ നഫ്സി, ഞാൻ പടച്ചവനോട് പൊറുക്കലിനെ തേടി, റബ്ബേ എങ്ങനെ ഇപ്പൊ ഇയാൾ അറിഞ്ഞത് എന്ന് പറഞ്ഞ് കരഞ്ഞുപോയി. നല്ലൊരു മനുഷ്യനാണ്, ഒരു ചിന്ത അറിയാതെ വന്നു പോയതാണത്, അബദ്ധം പറ്റിയത്. അങ്ങനെ ഏത് മനുഷ്യനും പറ്റും. അങ്ങനെ ബഹുമാനപ്പെട്ടവരോട് ഇരുന്നിട്ട് കരഞ്ഞ് തൗബ ചെയ്തു, തൗബ ചെയ്തു, കണ്ണിൽ വെള്ളം നിറഞ്ഞു പോയി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ആ മനുഷ്യൻ ഈ രീതിയിൽ ഈ കാര്യം അറിഞ്ഞപ്പോൾ അബൂ സഈദ് റളിയല്ലാഹു തആലയ്ക്കുണ്ടായ മനപ്രയാസം ചെറുതല്ല. ആ മനപ്രയാസത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തപ്പോൾ ആ മനുഷ്യൻ വീണ്ടും വന്നു. അയാൾ വീണ്ടും വന്നുകൊണ്ട് ദുഃഖിതനായ അബൂ സഈദ് റളിയല്ലാഹു തആല വിളിച്ചുകൊണ്ട് പറഞ്ഞു, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. സൂറത്തു ശൂറായിലെ 25-ാമത്തെ ആയത്ത് ഓതി കൊടുത്തുകൊണ്ട് അയാൾ പോയി. എന്താണ് അതിന്റെ അർത്ഥം?
ഹുവല്ലദീ യഖ്ബലു തൗബത, പടച്ച റബ്ബ് തൗബ സ്വീകരിക്കും കേട്ടോ. അൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് പടച്ച റബ്ബ് തൗബ സ്വീകരിക്കും കേട്ടോ. അവങ്ങൾ തൗബ ചെയ്ത് പടച്ചോ സ്വീകരിച്ചിട്ട് ബേജാറാവണ്ട, പ്രശ്നമൊന്നുമില്ല. ആ ആയത്ത് മാത്രമേ ഓതുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. പിന്നെന്താ ഉണ്ടായത്? സുമ്മ ഓബ അന്നീ വലം അറഹു, അയാൾ പിന്നെ എവിടേക്കാണ് പോയത് തന്നെ ഞാൻ കണ്ടില്ല, പിന്നെ ഹറമിൽ അയാളെ കാണാനില്ല. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സൊന്നുകൂടി നന്നാക്കി കൊടുക്കാൻ പടച്ച റബ്ബ് ഉണ്ടാക്കിയതായിരിക്കും. ഈ സംഭവം താരീഖിൽ രേഖപ്പെടുത്തി വെച്ചത് ശരിക്കും നോക്ക് നിങ്ങൾ. ഈ സംഭവത്തെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഇമാം ഗസാലി തങ്ങൾ ഇഹ്യയിൽ ഉദ്ധരിച്ചതാണ്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ മഹാന്മാർക്ക് കാര്യങ്ങൾ മുഖത്ത് നോക്കി, ശംസുലമ മുഖത്ത് നോക്കി പറയായിരുന്നല്ലോ. ശംസുലമ മുഖത്ത് നോക്കി പറയും, മുഖത്ത് നോക്കി കാര്യം നോക്കിയ വലിയ വലിയ സയ്യിദന്മാർക്ക് അങ്ങനെയാ. പാണക്കാട്ട് ബഹുമാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ബഹുമാന്യനായ തങ്ങളറിയില്ലേ നിങ്ങൾ? ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ചരിത്രത്തിൽ വായിച്ച വെല്ലൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ വലിയ മഹാനാ. തൃക്കളൂർ സമരത്തിന് ഉറുക്ക് കൊടുത്തു എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ആ സംഭവം വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, 12 നിർത്തിയിട്ട് വരുന്നെങ്കിലും സംഗതി നടക്കുള്ളൂ, അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് സമയമായതുകൊണ്ട് കഥ പറയുന്നില്ല, പക്ഷെ സംഭവം പറഞ്ഞുതരാം. ഈ തൃക്കളൂർ സമരം എന്നതിന്റെ തുടക്കം തന്നെ ഒരു മുസ്ലിം സംഘടനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിന്റെ കാരണം എന്താ? കണ്ണഞ്ചേരി രാമനും ചോഴിക്കുട്ടിയും ജേട്ടനും അഞ്ചന്മാരുമാണ്. കുടുംബസ്വത്തിന് അവകാശം കൃത്യമായി രാമന് കിട്ടാത്തതുകൊണ്ട് ജേട്ടനെന്ന് പാഠം പഠിപ്പിക്കണമെന്ന് രാമൻ തീരുമാനിച്ചു. അങ്ങനെ രാമൻ മുസ്ലിം ആകാൻ തീരുമാനിച്ചു. മുസ്ലിങ്ങളെ കൂട്ടിയിട്ട് ജേട്ടനെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. വില്ലലോകന മലബാർ മാനുവലുണ്ട് ഈ സംഭവം. കണ്ണഞ്ചേരി രാമനെ കുറിച്ച് പറയുന്നുണ്ട്, ചോഴിക്കുട്ടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചതാ തൃക്കളൂർ സമരത്തിന്റെ തുടക്കത. അങ്ങനെ രാമൻ മുസ്ലിം ആകാൻ തീരുമാനിച്ചു. എന്തിന്? ഉള്ളിൽ കാപ്പടിയുണ്ട്, അവൻ ഇസ്ലാമൊക്കെ വരാനല്ല, കുറച്ച് മുസ്ലിങ്ങളെ കൂട്ടിയിട്ട് ജേട്ടൻ എന്ന് പാഠം പഠിപ്പിക്കണതാ ഉദ്ദേശം. അങ്ങനെ അന്ന് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളുള്ള കാലം. രാമൻ പാണക്കാട്ടെത്തി, ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ മുമ്പിലെത്തി. ആളുകൾ ഇങ്ങനെ തടിച്ചെന്ന് തങ്ങൾ പല ചികിത്സയും നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുക. വലിയ മഹാനായിരുന്നു ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ, വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു. ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെടുത്ത് രാമ വന്നപ്പോൾ തങ്ങൾ വിളിച്ചു, രാമ അവിടെ വന്നാ. രാമനെ വിളിച്ചു, എന്റെ പേരെന്താ? രാമൻ. അവനെ വിളിച്ചു, എന്താ എനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു. രാമ പറഞ്ഞു, തങ്ങളെ ഞാൻ ഇസ്ലാമിക്ക് ചേരാൻ വന്നതാണെന്നോ. ഇസ്ലാമിക്ക് ചേരാൻ വന്നാന്ന് പറഞ്ഞാൽ ഗലിമലി കൊടുക്കണത് ആവശ്യം. ഒരാൾ മുസ്ലിം ആകാൻ വന്നാൽ പിന്നെ അവിടെ കാത്തിക്കാൻ പാടില്ല. അങ്ങനെ രാമൻ വന്നിട്ട് തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ രാമന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഒറ്റ നോട്ടേ നോക്കിയുള്ളൂ. ആ ഒറ്റ നോട്ടത്തിൽ തങ്ങൾക്ക് മനസ്സിലായി പിന്നെ കൽബിൽ എന്തോ കുഴപ്പമുണ്ട്. ചരിത്ര പുസ്തകത്തിലുണ്ട്. തങ്ങൾ എന്താ പറഞ്ഞത് രാമനോട് തങ്ങൾ, രാമ ഇസ്ലാമിക്ക് ഇപ്പൊ ആളെ ചേർക്കണുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം, അജി പോയിട്ട് വാന്ന. അങ്ങനെ പറഞ്ഞത് തങ്ങൾ. അപ്പൊ അവന്റെ മുഖത്ത് നോക്കിയപ്പോ തങ്ങൾക്ക് മനസ്സിലായി ഇവൻ ചേരാമെന്ന് നല്ലതല്ല. അങ്ങനെ തങ്ങൾ രസകരമായ മറുപടി പറഞ്ഞു. മലപ്പുറത്ത് എത്തിയപ്പോൾ രാമനോട് ആരോ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, തങ്ങൾ തന്നെ വിട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ തൊപ്പിയൊക്കെ വെച്ച മുസ്ലിമായി കുഴപ്പമുണ്ടാക്കി എങ്ങനെ ഈ പ്രശ്നം തുറക്കണേ വാക്യം പറയുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ തങ്ങൾ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ സംഗതി കണ്ടത്? രാമന്റെ മുഖത്ത് നോക്കിയിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വളരെ കൃത്യമായി വായിച്ചെടുത്തല്ലോ ഈ സംഭവം. എങ്ങനെയാണത്? അതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ തുടക്കത്തിൽ ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂതിസ് സമാ. പൈശാചികമായ ഒരു വലയം നമ്മുടെ മനസ്സിന്റെ ചുറ്റും ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മുടെ കൽബുകൾക്ക് ചുറ്റും പൈശാചികമായ വലയമുണ്ട്, നമ്മുടെ ഹൃദയങ്ങൾക്ക് ചുറ്റും പൈശാചികമായ വലയം ഇല്ലായിരുന്നുവെങ്കിൽ, ആ വലയം ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ആ ഹൃദയങ്ങൾക്ക് അത്ഭുതകരമായ വാനലോകത്തെ അള്ളാഹുവിന്റെ രേഖകൾ കാണാൻ പറ്റും. ലൗഹിലെ രേഖ കാണാൻ പറ്റും, ഉറപ്പാണ്. എന്താണ് വാക്ക് നോക്ക്, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. മനുഷ്യ ഹൃദയത്തിന് ചുറ്റും വട്ടമിട്ട് പിറക്കുന്ന പിശാചുക്കളില്ലെങ്കിൽ നമ്മുടെ കൽബിന് ചുറ്റും പിശാച കയറാൻ നേരം നോക്കി നിൽക്കുകയാണ്. എങ്ങനെ? അതിനെക്കുറിച്ച് മഹാന്മാർ വ്യാഖ്യാനിച്ച് പറഞ്ഞത് യഖഉദ്ദുബാബു അലൽ അവാനിൽ വസിഖാൻ. തസൂഫിന്റെ കിതാബിലുണ്ട്. യഖഉദ്ദുബാബ്, ഈച്ച വന്നിരിക്കൽ എവിടെയാണ്? അലൽ അവാനി. അവാനി എന്ന ആനിയത്തിന്റെ ജമ്മാണ്, പാത്രം. വസിഖ, ചളിയുള്ള പാത്രം. എരപ്പായ പെണ്ണുങ്ങൾക്ക് അറിയാലോ, നല്ല കഴുകി വെച്ച പാത്രത്തിന്മേൽ ഈച്ച വന്നിരുന്ന ഉടനെ പോകും, അധികം ഈച്ച വരൂല. നേരെ മറിച്ച് ഒരു എരപ്പായ പാത്രം വെച്ചോക്ക്, വൃത്തികെട്ടൊരു പാത്രം വെച്ചോക്ക്, ആ പാത്രത്തിൽ ഈച്ച വന്നെന്ന് അറിയും. എന്താ കാരണം? അവാനിൽ വസിഹ, ചീത്ത പാത്രത്തിന്റെ ചുറ്റും ഈച്ച ഉണ്ടാവും. എന്ന പോലെ വൃത്തികെട്ട ഹൃദയത്തിൽ പിശാച് നല്ലോണം ഉണ്ടാവും. എത്ര മനോഹരാണ് തസൂഫിന്റെ ആലിമീങ്ങൾ പറയുന്ന ഈ വാചകം നോക്ക് നിങ്ങൾ. മനസ്സന് തെളിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റൂല. രസകരമായ സംഭവം ഉണ്ട്. കിതാബ് ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ചതാ. രസകരമായ സംഭവമാണ്. തഫ്സീർ ഖുർത്തുബിയിലുണ്ട്. ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മുടെ മദ്ഹബിന്റെ ശൈഖാണ്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി. മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി തങ്ങളും ഇമാം ഷാഫി തങ്ങൾ രണ്ടാളും മഹാപണ്ഡിതന്മാരാ. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട മഹാന്മാരാണ് രണ്ടും. ഒന്ന് ഹനഫി മദ്ഹബിലെ പണ്ഡിതൻ, ഒരു നമ്മുടെ ഇമാം ഷാഫി തങ്ങൾ. രസകരമായ സംഭവം താരീഖിൽ ഇമാം ഖുർത്തുബി തങ്ങൾ രസകരമായി ഉദ്ധരിക്കുന്നുണ്ട്. എന്താ സംഭവം? അന്നഹുമാ കാന, അവർ രണ്ടുപേരും നിൽക്കുകയായിരുന്നു ബിഫിനാഇൽ കഅബത്തി,
രണ്ടാളും കഅബത്തിന്റെ ഒരു വാതിക്കാൻ നിൽക്കുകയാണ്. ശരിക്കും സംഭവം മനസ്സിലാക്കണം. ഇമാമുന ഷാഫി തങ്ങളും മുഹമ്മദ് ബിൻ നസർ ഷെയ്ബാനി തങ്ങളും രണ്ട് മഹാപണ്ഡിതന്മാർ കഅബത്തിന്റെ വാതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ ഇങ്ങനെ വന്നതാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് കൂടി എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് റജുലുൻ അലാ ബാബിൽ മസ്ജിദ്, ഒരാൾ വാതിക്ക് കൂടെ വന്നു, ഇവരടി കൂടെ ഒരാളെന്ന് വന്നു. അപ്പൊ ഒരാൾ മുന്നിലേക്ക് വന്നപ്പോ സാധാരണഗതിയിൽ നമ്മുടെ ഒരു അഭിപ്രായം പറയുമല്ലോ, ഇങ്ങനെ ഇയാൾ ഇങ്ങോട്ട് വന്നപ്പോ ആ സമയത്ത് കാല അഹദുഹുമ, രണ്ടാള് സംസാരിച്ച് നിൽക്കുകയാണ്. ഒന്ന് ഇമാമുന ഷാഫി തങ്ങളൊന്ന് മുഹമ്മദ് ഷെയ്ബാനി തങ്ങളാണ്. രണ്ടിൽ ഒരാൾ പറഞ്ഞു, ആരാ പറഞ്ഞെന്ന് പറയുന്നില്ല, രണ്ടിൽ ഒരാൾ പറഞ്ഞു, അവർ രണ്ടിൽ ഒരാൾ പറഞ്ഞു അറാഹു നജ്ജാറൻ, നല്ലൊരു ആശാരിയാണ്. ഇപ്പൊ പോയ ചങ്ങാതി നല്ലൊരു ആശാരിയാണ്, ആശാരിയാണ്. അപ്പൊ കാലലാഹറും മറ്റേ ആള് പറഞ്ഞു ബൽ ഹദ്ദാദൻ, ആശാരിയല്ല, നല്ല ഒരു ഇരുമ്പിന്റെ പണിക്കാരനാണ്, കൊല്ലനാണ്. ഒക്കെ പ്രശ്നമല്ലോ. മുഗലക്ഷരം പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അവൻ നല്ലൊരു ആശാരിയാണ്. മറ്റേ ആള് പറഞ്ഞു അല്ല, അവൻ നല്ലൊരു കൊല്ലനാണ്. അങ്ങനെ തന്നെ താരീഖിൽ ഇമാം ഖുർത്തുബി തങ്ങൾ ഉദ്ധരിച്ചത്. ഇത് രണ്ടും പറഞ്ഞപ്പോ എന്താ ഉണ്ടായത്? ഇവരെ രണ്ടാളെയും വർത്താനം കേട്ടൊരു നാടൻ കാക്ക അവിടെ ഉണ്ട്. ഇയാള് കാരണം രണ്ട് മൂല്യമാര് തർക്കിക്കുമ്പോൾ ഏത് മൂല്യരാ ശരിയെന്ന് അറിയണോ, അവർ ഉറപ്പൊരാവശ്യമാണല്ലോ. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഈ നാടനാണ് ഇയാൾ. തബാദറ മൻ ഹദറ, അവിടെ ഉണ്ടായിരുന്ന ഒരാൾ വേഗം ഓടിയിട്ട് അയാളെടുത്ത് പോകണം. അയാളോട് ചോദിച്ചാൽ അറിയാലോ സംഗതി, അയാളോടാണ് ചോദിച്ചപ്പോ സംഗതി അറിയാലോ. ഇയാൾ വേഗം ഓടി അയാളെടുത്ത്, ആ റജുലിന്റെ അടുത്ത് കൂടി അയാളോട് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളെ പണി എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എന്റെ നാട്ടുകാരനാണ്, ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്, ഇന്ന ആവശ്യത്തിനാണെന്ന് പറഞ്ഞു. നിങ്ങളെ ജോലി എന്താന്ന് ചോദിച്ചു. അയാൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, കുന്തു നജ്ജാറൻ, ഞാൻ എന്റെ നാട്ടിലൊരു ആശാരിയായിരുന്നു, അനൽ യോമ ഹദ്ദാദൻ, ഇവിടെ ഞാൻ ഇരുമ്പിന്റെ പണിക്കാരനാണ്. രണ്ടു മൂല്യമാരും ശരിയാണ്. ഞാൻ എന്റെ ജോലി ഞാൻ ആദ്യം ആശാരിയായിരുന്നു, ഇപ്പൊ ഞാൻ എടുക്കുന്ന പണി കൊല്ലപ്പണിയാണ്. അപ്പൊ രണ്ടാൾ പറഞ്ഞു ശരിയാണ്. എങ്ങനെ ഇത് രണ്ടാളും നോക്കിയപ്പോ എങ്ങനെ കിട്ടിയത്? ഇൽമുൽ ഫറാസത്തിന്റെ ഒരു സംഗതി ഉണ്ട്, മുഖത്ത് നോക്കിയിട്ട് കൽബ് കൊണ്ട് കാര്യം പറയാൻ പറ്റും. ഇതില്ലാത്ത സംഗതി ഒന്നും അല്ല, അതിൽ അത്ഭുതമൊന്നും തോന്നണ്ട എന്ന് കരുതി നിങ്ങൾ എല്ലാ വൃത്തികേടും വിശ്വസിക്കും വേണ്ട. അള്ളാഹുവിൽ മനസ്സ് നട്ട മഹത്തുക്കളായ ആളുകൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യന് നൽകുന്ന ആ മനോവിശുദ്ധി കൊണ്ട് ചില കാര്യങ്ങൾ നോക്കിയാൽ അള്ളാഹുവിന്റെ തീരുമാനം മുഖത്ത് ഇങ്ങനെ നോക്കി പറയാൻ പറ്റും. എത്ര സംഭവമുണ്ട് താരീഖിൽ, എത്ര സംഭവം, എണ്ണിയാ തീരാത്ത സംഭവങ്ങളുണ്ട്. ആ സംഭവത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഈ കാര്യത്തിൽ മഹാത്ഭുതമുള്ള ആളായിരുന്നു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വളരെ ഗൗരവത്തോടു കൂടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ അഗ്രഗണ്യനെ. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് കാര്യം കറക്റ്റായിട്ട് ഗണിച്ചാൽ എന്താ? മനസ്സിന്റെ വിശുദ്ധി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദഹിജ് ഗോത്രത്തിലെ ഒരു സംഘം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന സംഭവം ഉണ്ടല്ലോ താരീഖിൽ. അദ്ദേഹം പല സംഘങ്ങളും ഖലീഫ എന്ന രീതിയിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കും, അവരെ കാര്യങ്ങൾ അറിയും, അവരെ കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അദ്ദേഹം അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് മദ്ഹിജ് ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം കടന്നു വന്നു. അങ്ങനെ ഈ സംഘം കടന്നു വന്നപ്പോൾ ഈ ഖൗമം മിൻ മദ്ഹിജിൻ എന്നാണ് ചരിത്രത്തിലുള്ളത്. മദ്ഹിജ് ഗോത്രത്തിലെ ഒരു സംഘത്തെ അദ്ദേഹം കണ്ടു. ഈ സംഘം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അതിൽ അഷ്തർ എന്ന് പറയുന്ന ഒരാളുടെ, ഫീഹിം അഷ്തർ, അഷ്തർ എന്നാണ് അവരുടെ പേര്. ഈ വ്യക്തിയെ അദ്ദേഹം കണ്ട ഉടനെ അവനെ ശരിക്കും അമർത്തി നോക്കി. ആ വ്യക്തിയെ നന്നായിട്ടൊന്ന് അമർത്തി നോക്കി. അവനൊന്ന് അമർത്തി നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നീല അറാലിൽ മുസ്ലിമീന മിൻഹു യൗമൻ അസീബാ, ഇന്നീല അറാലിൽ മുസ്ലിമീന മിൻഹു യൗമൻ അസീബാ. ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വമ്പിച്ച നാശമുള്ള ഒരു ദിവസത്തെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. ഇവനെ കൊണ്ട് മുസ്ലിം സമൂഹത്തിന് നാശമുണ്ടാകുന്ന ഒരു രംഗം ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. പച്ചയായിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് ഈ സംഭവം കാണുന്ന അദ്ദേഹം മറ്റുള്ളവരോട് പറയാം. ആൾക്കാർ അന്തം വിട്ടുപോയി. ആ കൂട്ടത്തിൽ വന്നൊരു മനുഷ്യൻ അത്രയും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. ആ കാലത്തൊന്നും സംഭവിച്ചില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടം വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല കൊല്ലാൻ വരെ കാരണമായ പ്രശ്നത്തിന്റെ തലക്കൽ കൂടി പിടിച്ചതുവനാണ്. എല്ലാ കലാപത്തിന്റെയും മുമ്പിൽ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഉമർ തങ്ങൾ നോക്കി പറഞ്ഞ സംഗതിയാണ്. എങ്ങനെ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി കാണാൻ പറ്റി ഇങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് ഇവൻ കുഴപ്പക്കാരനാവും? അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യ മനസ്സുകളെ ശരിക്കും നോക്കി വിലയിരുത്താൻ നമുക്കും കഴിയും കൂട്ടരെ, നമ്മൾക്കും കഴിയും. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ അത്രമാത്രം കറാഹത്ത് പോലും ചെയ്യാതെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ നിന്നാൽ അള്ളാഹുവിലേക്ക് ഒരുപാട് മുന്നേറാൻ നമുക്ക് കഴിയും. അവിടെ നമുക്ക് സംഭവിക്കുന്നത് ഒരിക്കലും നമ്മൾ ആ രംഗത്തേക്ക് വരാത്തത് നമ്മുടെ മനസ്സ് ശുദ്ധമാകാത്തത് കൊണ്ടാണ്.
അതിനൊരു കാര്യം വേണം, എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്നുള്ള ചിന്തയിൽ അത്തവക്കുലു നതീജത്തും മിൻ നതായിജിൽ ഈമാൻ എന്ന് പറഞ്ഞില്ലേ. ഒരു ഉറപ്പ് വേണം, പടച്ച റബ്ബുണ്ട് എന്നുള്ളൊരു ഉറപ്പ് വേണം. നമ്മളൊക്കെ നമ്മുടെ ബിൽഡിംഗ് മേൽ നമ്മുടെ സമ്പത്തിന്മേൽ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെയല്ല, ഒരു പണിയും ചെയ്യാതിരിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ വലിയ പ്രതിസന്ധിയുള്ള സമയമാണ്. മാസ്കൊക്കെ നമ്മൾ മുഖത്ത് വെക്കും, പ്രൊട്ടക്ഷൻ ഗവൺമെന്റ് പറഞ്ഞപ്പോഴേക്കും. കൊറോണയെ പേടിച്ചിട്ടും പോലീസിനെ പേടിച്ചിട്ടും നമ്മൾ മാസ്ക് വെക്കും. ചിലർ പോലീസിനെ പേടിച്ച്, ചിലർ കൊറോണയെ പേടിച്ച്, രണ്ടും ഉണ്ടാവും. നിസ്കാരം വരെ നമ്മൾ വെട്ടിച്ചുരുക്കും. അങ്ങനെ നമ്മൾ വലിയ പ്രതിസന്ധിയിലാണ്. എന്നാൽ അല്ലാഹുവിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന എന്ത് പണിയാണ് നമ്മളൊക്കെ എടുത്തിട്ടുള്ളത്? ഈ ഒരു മാസ്കിന്റെ തുണ്ട മാത്രം വെച്ചാൽ മതിയോ? അതിന്റെ ഉള്ളിലൂടെയും കയറും കൊറോണ, കോവിഡ് വൈറസ് എവിടെയും വരും. അല്ലാഹുവിന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു പണിയെങ്കിലും എടുത്തുകൂടെ നമുക്ക്. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ അല്ലാഹ് പറഞ്ഞ കാര്യം ചെയ്യാൻ നമ്മൾ ചെയ്യൂലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാ. നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലാഹ് പറഞ്ഞ, റസൂലുള്ളാഹി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഒന്ന് ആത്മാർത്ഥമായി പറയും. നിങ്ങളെ മനസ്സിനോട് ചോദിക്കും. ഈ ഒരു മാസ്കിന്റെ കണ്ടവും ആ മാസ്കിന്റെ ഒരു തുണ്ടവും, അതല്ലെങ്കിൽ ഇവിടെ കയറുമ്പോഴുള്ള ഒരു സാനിറ്റൈസറും അത് വേണം. ഞാനത് വേണ്ടെന്ന് പറയുന്നില്ല, അനിവാര്യമാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തോട് ഒരിക്കലും ഇസ്ലാം എതിർന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ എന്തെങ്കിലും ചെയ്തോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അല്ലാഹുവിന്റെ പുണ്യനബി പഠിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. ശുദ്ധമനസ്കനായ മനുഷ്യനത് പറയും, അറിയാതെ പറയും, ഓർമ്മപ്പെടുത്താതെ പറയും. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആരെങ്കിലും ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ചൊല്ലിയോ? ഇല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഇന്ന് തറാവീഹിന് ഇറങ്ങുമ്പോഴും അസ്ർ നിസ്കാരത്തിന് ഇറങ്ങുമ്പോഴും, സ്ത്രീകളാണെങ്കിൽ എന്ത് കാര്യത്തിന് പുറത്തിറങ്ങുമ്പോഴും, ഒരു നോമ്പ് സൽക്കാരത്തിന് പോവുകയാണെങ്കിലും, എന്തൊരു ഹജ്ജിന് പോകുമ്പോൾ മാത്രം ചൊല്ലാനുള്ളതല്ല ഇത്. ഹജ്ജ് ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ആളുകൾ ചൊല്ലും. അവിടെ ആളുകൾ പേടിക്കുന്നത് എന്താണ്? ഹജ്ജ് നഷ്ടപ്പെട്ടാൽ 3.5 ലക്ഷം രൂപ പോകുന്നുള്ള പേടിയാണ്. നിസ്കാരം പോയാൽ പേടിയില്ല, നിസ്കാരത്തിന് പൈസ ഉണ്ടാവില്ല. ഹജ്ജിന്റെ പൈസ പോയി കിട്ടും, അത് പേടിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഈ ദിക്ർ ചൊല്ലി ഇറങ്ങണേ. ഇന്ന് മുതൽ ആണും പെണ്ണും, ഇവിടെയുള്ള പണ്ഡിതന്മാരോടല്ല സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത്. ചെറിയ ദിക്റാണെങ്കിലും ഈ ദിക്ർ അങ്ങ് ചൊല്ലുമ്പോൾ ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഒരു മലക്ക് വിളിച്ചു പറയും, ഹുദീത വ കുഫീത വ ഉഖീത്, ഹുദീത വ കുഫീത വ ഉഖീത്. എന്താണ് പറഞ്ഞ വാക്കിന്റെ ഹുദീത? നീ നേർവഴിയിലായിരിക്കുന്നു, നിന്നെ അല്ലാഹു നേർവഴിക്കാക്കിയിരിക്കുന്നു. നിന്റെ ആ പോക്കുണ്ടല്ലോ, നിനക്കൊന്നും സംഭവിക്കൂല മോനെ. നീ അപകടത്തിൽ പോയി ചാടൂല, നീ അപകടത്തിലേക്ക് പോയി ചാടൂല. നീ പോയതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവൂല. വ കുഫീത, നിനക്ക് ഇത് മതി, നിനക്ക് ഇത് മാത്രം മതി. അല്ലാഹ് പറയുകയാണ് വ ഉഖീത, നിനക്ക് സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്നെ ഒരു വൈറസും പിടിക്കൂല, നിന്നെ ഒരു ശത്രുവും പിടികൂടൂല. നീ പോയതിന്റെ പേര് നിനക്കൊരു അപകടം പറ്റില്ല. കുട്ടികളെ കടയിലേക്ക് സാധനം വാങ്ങാൻ അയക്കുമ്പോൾ പോലും പെണ്ണുങ്ങൾ പറയണം, മോനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കോ. അത് ചൊല്ലിയിട്ടേ വീട്ടിന്റെ പടി ഇറങ്ങാൻ പാടുള്ളൂ. ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ചെറിയ ഹദീസാണെങ്കിലും ഇതിന്റെ ഗൗരവം വളരെ വലുതാണ്. ഇമാം നവവി തങ്ങൾ അതുക്കാറിൽ ഉദ്ധരിച്ചതാണ്. പ്രസിദ്ധമായ ഹദീസുകളെ ഇമാം നവവി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം തങ്ങളും സമൂഹത്തെ പഠിപ്പിച്ചതാണ്. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചതാണ്. ഇതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഒരുപാട് സ്വഹാബത്തിന് കിട്ടിയതാണ്. മാത്രമല്ല ഈ ഹദീസിനെ ഒന്നുകൂടി വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫയഖൂലു ശൈത്വാനു ലിശൈത്താനിൻ ആഖർ, ഒരാള് വീട്ടിൽ നിന്ന് ഈ ദിക്ർ ചൊല്ലി പടിയിറങ്ങിയാൽ പിശാച് മറ്റേ പിശാചിനോട് പറയും. ഒരു പിശാച്, കാരണം പിശാച് നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി കൂടെ ഉണ്ടാവും. പിശാച് നമ്മളെ നോമ്പ് തെറ്റിക്കാൻ, നമ്മളെ വഴി തെറ്റിക്കാൻ, നമ്മളെ കൊണ്ട് അങ്ങാടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിക്കാൻ നമ്മളെ കൂടെ ഉണ്ടാകും. ഈ ദിക്ർ ചൊല്ലി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങിയാൽ ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയും, ഇവൻ എങ്ങനെ നീ പഴപ്പിക്ക മോനെ? എങ്ങനെ ഇവനെ പഴപ്പിക്കാൻ പറ്റും? ഇവനെ നീ കിട്ടൂല, ഇവനെ കൊണ്ട് നിനക്ക് കാര്യമില്ല, ഇവനെ പഴപ്പിക്കാൻ നിനക്ക് കഴിയില്ല. കത് ഹുദിയ വ കുഫിയ ഉഖിയ, കത് ഹുദിയ വ കുഫിയ വ ഉഖിയ. ഇവന് എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും നേർവഴിയും പടച്ചറബ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മലക്കിന്റെ പ്രൊട്ടക്ഷൻ പടച്ചറബ് തിരിച്ചു വരുമ്പോൾ അവന് കൊടുക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെയും ചൊല്ലിക്കോ. ഈ ഒരു ദിക്ർ ചെല്ലാൻ എന്തേ നിങ്ങൾക്ക് ഇവിടെ 1 മിനിറ്റ് വേണോ? വേണ്ട, ആകെ 5 സെക്കൻഡ് വേണ്ട, 5 സെക്കൻഡ് വേണ്ട. നോക്ക് നിങ്ങൾ, സെക്കൻഡ് സൂചി ഇങ്ങനെ കറങ്ങണ നോക്ക് നിങ്ങൾ. അതാ 1 മിനിറ്റ് തന്നെ കൂട്ടുക.
ഒരു മിനിറ്റ് തന്നെ കൂട്ടം നിങ്ങൾ ഒരു 4-5 സെക്കൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു 5 സെക്കൻഡിനുള്ളിൽ ചെല്ലാൻ പറ്റും. 24 മണിക്കൂറിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊന്ന് ചൊല്ലി നോക്കി. ഇന്നു മുതൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ കൂടെ ഉണ്ടാവാൻ ഈ ഒരു ദിക്ർ ചെല്ലാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? എന്താണ് എനിക്ക് തടസ്സം? നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്ക്. ഈ എളുപ്പമുള്ള ദിക്ർ നമ്മൾ ചെല്ലാറുണ്ടോ? ഇല്ല. ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജ് ക്ലാസ്സിൽ മാത്രം ചെല്ലാനുള്ളതല്ലത്. അതുകൊണ്ട് ഒന്ന് മനസ്സിരുത്തി മനസ്സുകൊണ്ട് പറഞ്ഞോ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു വലിയ പ്രൊട്ടക്ഷനാണ്, ചെറിയ സംഗതിയാണെങ്കിലും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. അള്ളാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കിയാൽ ആ മനുഷ്യനത് മാത്രം മതി. എന്നാലും പിന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അതെങ്ങനെയാ? അത് മുഅ്മിനീങ്ങൾക്ക് പടച്ചറബ് വെച്ചിട്ടുള്ളതാണ്. മുഅ്മിനീങ്ങൾക്ക് പടച്ചറബ് വെച്ചിട്ടുള്ളതാണ്. അല്ലാഹ് പറഞ്ഞല്ലോ, ഹസിബന്നാസു യത്രകു വയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഹസിബന്നാസു യത്രകു വയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. നിങ്ങൾ വിശ്വസിച്ചു, പടച്ചറബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല എന്ന് നിങ്ങൾ കരുതിയോ? അങ്ങനെ കരുതണ്ട. ഞാനൊരു വിശ്വാസിയാണ് എന്നതുകൊണ്ട്, എനിക്ക് പടച്ചറബിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് ഒരു പ്രതിസന്ധിയും പ്രയാസവും എനിക്ക് വരില്ല എന്ന തോന്നലേ വേണ്ട കേട്ടോ. അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് വേണ്ട. വഹും ലാ യുഫ്തനൂൻ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് മുമ്പുള്ള ധാരാളം ആളുകൾക്ക് ഫിത്നകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ള ധാരാളം ആളുകൾക്ക് ഫിത്ന ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ആളുകൾ ഫിത്നയിൽപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ. സൂറത്തുൽ അൻകബൂത്ത്. എന്താണ് പടച്ചറബ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്? അള്ളാഹു ഈ പരീക്ഷണം നമുക്ക് തരുമ്പോൾ ശരിയായ വിശ്വാസി ആരാണ്, തെറ്റായ വിശ്വാസി ആരാണ്, അത് ശരിക്കും പടച്ചറബ് തിരിച്ചറിയുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസത്തിന്റെ മാറ്റുരക്കുകയാണ്. വിശ്വാസത്തിനൊരു മാറ്റുണ്ട്, അതാണ് പ്രത്യേകത. അള്ളാഹുൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരു അപകട മരണം സംഭവിച്ചാലും ശരി, അതിൽ ഷഹീദിന്റെ കൂലുണ്ടെന്നൊരു വിശ്വാസം ഉണ്ട്. പരലോകമുണ്ട് എന്നുള്ളൊരു ബോധം വേണം. ആകെ പേടിച്ചുണ്ട് ഒന്നും അല്ലാതാവരല്ല. മെന്റൽ ഡിപ്രഷന് വിധേയമാകല്ലേ. മാരക രോഗം ലോകത്ത് വരുന്നുണ്ട്, ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അള്ളാഹ് തന്നതാണ്. പടച്ച റബ്ബ് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടിരിക്കും, അത് ഉറപ്പല്ലേ? അള്ളാന്റെ വിധിയല്ലേ. ആ വിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം സംഭാവന കൊടുക്കൽ തന്നെയാണ്. സംഭാവന കൊടുക്കുക, ദ്വാരപ്പിക്കുക. മഹാന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാന്റെ വിധി ഇപ്പൊ ഇങ്ങനെ ഒരു കൊറോണ വരും, പഠിച്ചൻ തീരുമാനിച്ചാണ്. നിവൃത്തി എന്താ? കലമുൽ ഖലാഇ ജറഅ ബികുല്ലി മുഖവ്വനിൻ യാ സാഹിബൽ അഗ്സാനി മാദാ തഹ്സനു. എന്തൊരു മനോഹരമായിട്ടാണ് ആ ചോദ്യം. കലമുൽ ഖലാഇ ജറഅ ബികുല്ലി മുഖവ്വനിൻ. കലമുൽ ഖലാഇ ജറഅ, അള്ളാഹുവിന്റെ തീരുമാനം രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞു, പേന പിൻവലിച്ചു. അള്ളാഹ് എഴുതി കഴിഞ്ഞു, രേഖ എഴുതി കഴിഞ്ഞു. എന്റെയും നിന്റെയും തലയിലെഴുത്ത് എന്ന് പറയുന്ന പോലെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്, അത് രേഖപ്പെടുത്തി. ദുഃഖിക്കുന്ന മനുഷ്യ, നീ എന്തിന് ടെൻഷനാവണം? ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവനെ നീ എന്തിന് ടെൻഷനാവണം? അതാ തഹസൻ. എന്തിനാ നീ ദുഃഖിക്കുന്നത്? ദുഃഖിക്കണ്ട. ഇത് കാന സഖതുക ലൈസ യജ്ലിബു റാഹതൻ ഫരിളാക ബിൽ ബൽവാ അഹഖു വ അഹ്സനു. ഇൻകാന സഖതുക, നീ കുറെ ദേഷ്യം പിടിച്ചു എന്ന് വിചാരിച്ചിട്ട്, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട്, അല്ലെ എന്തൊരു കാലമാണിത്, പടച്ചോൻ എവിടുക്കാതെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിച്ച് നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടോ ദുഃഖിച്ചിട്ടോ, ലൈസ യജ്ലിബു റാഹതൻ, ഒരു റാഹത്ത് നിനക്ക് കിട്ടൂല. ലൈസ യജ്ലിബു റാഹതൻ, ഒരു റാഹത്ത് കൊണ്ടുവരാൻ നിനക്ക് കഴിയില്ല. ഫരിളാക ബിൽ ബൽവാ അഹഖു വ അഹ്സനു. ഫരിളാക ബിൽ ബൽവാ, ഈ പ്രതിസന്ധികളിലും പ്രയാസത്തിലും ഇതൊക്കെ എൻ്റെ തമ്പുരാൻ തന്നതാണല്ലോ, എൻ്റെ റബ്ബ് തന്നതാണ്, എനിക്ക് പരലോകത്തിന് പ്രതിഫലം കിട്ടും എന്ന ഒരു ചിന്ത നിങ്ങളെ കൽബിലുണ്ടോ? അതാണ് ഏറ്റവും നല്ലത്. അതാണ് നിനക്ക് ഏറ്റവും യോജിച്ചത്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് നിങ്ങൾക്കൊരു ചെറിയ പ്രശ്നം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ മുത്തുനബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുദാഉൽ മുഅ്മിനി, ഒരു മുഅ്മിന് തലവേദന വന്നാൽ, നിങ്ങൾക്കൊരു തലവേദന വന്നിരിക്കട്ടെ. ഇപ്പൊ സാംക്രമിക രോഗത്തിന്റെ കാലമാണ്. തലവേദന വളരെ ചെറുതാ. കോവിഡിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ തലവേദന വളരെ ചെറുതാ. സുദാഉൽ മുഅ്മിനി വ ശൗഖത്തുൻ യുശാഖുഹാ.
വശൗഖത്തുൻ യുശാഖുഹ, ഒരു മുള്ള് നിങ്ങൾക്ക് കുത്തിയാൽ, നിങ്ങൾക്കൊരു മുള്ള് കുത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തലവേദന വന്നു, ഔ ഷൈഉൻ യുഅദീഹി, നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നടന്നു, നിങ്ങൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി, എന്തെങ്കിലും ഒന്നും തടഞ്ഞു വീണു നേരിക്കാം, അല്ലെങ്കിൽ വെച്ചു കുത്തുമല്ല കാലം അങ്ങനെ വന്നു. എന്നാൽ അതൊരു ചെറുതാണെങ്കിലും മുള്ളുകുത്തിയാലും ശരി, അള്ളാഹുവിന്റെ റസൂല് മുത്തുനബി പഠിപ്പിക്കുന്നു, യർഫഉല്ലാഹു ബിഹി യൗമൽ ഖിയാമത്തി ദറജതഹു, യർഫഉല്ലാഹു ബിഹി യൗമൽ ഖിയാമത്തി ദറജതഹു, നാളെ പരലോകത്ത് അവന്റെ പദവി പടച്ചിറപ്പൊന്ന് ഉയർത്തും. ഈ ഒരു കാരണത്താൽ മാത്രമല്ല, വയുകഫിറു അൻഹു ബിഹാ ദുനൂബഹു, അതല്ലേ പ്രധാനം. വയുകഫിറു അൻഹു ബിഹാ ദുനൂബഹു, യുകഫിറു അല്ലാഹു പൊറുക്കും, വയുകഫിറു അല്ലാഹു പൊറുക്കും. ഈ ഒരു ചെറിയ അപകടം കൊണ്ട് പടച്ചിറപ്പ് അവന്റെ ദോഷം പുറത്തു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ. അതല്ലേ മനുഷ്യന് ചെറിയ തെറ്റൊക്കെ മനുഷ്യന്റെ അടുത്ത് വരും, സ്വാഭാവിക. നമ്മുടെ തെറ്റ് വരുന്ന സ്വാഭാവിക. ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ വലിയ സൂഫിയാണല്ലോ, മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതിൽ ഞാനും തെറ്റിയാന്ന് കണ്ട. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ലൗലം യുദ്നിബിൽ മുഅ്മിനു ലകാന യതീറു ത്വയ്റാന. ഒരു മുഅ്മിന്റെ കയ്യിൽ ഒരു തെറ്റും സംഭവിക്കാത്ത അവസ്ഥയാണെങ്കിൽ അവന് പറക്കാൻ പറ്റും, പക്ഷി പറക്കും പോലെ പറക്കാൻ പറ്റും. എവിടെയും അവന് വാനലോകത്ത് പറക്കുന്ന ഏത് വീറും പക്ഷിക്ക് പറന്നറിയാം. അതാണ് നേരത്തെ പറഞ്ഞ മനസ്സിന്റെ വിശുദ്ധി. വലാകിന്നല്ലാഹ ഖമഅഹു ബിദ്ദുനൂബ്, ഹസൻ ബസരി തങ്ങളെ വാക്കാ. വലാകിന്നല്ലാഹ ഖമഅഹു ബിദ്ദുനൂബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖമഅ എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു എന്നാണ്. പറക്കാതെ പിടിച്ചിവിടെ അടക്കി നിർത്തിയത് ചെറിയ തെറ്റ് ചെയ്യിച്ചിട്ടാണ്. നിങ്ങൾ ചെറിയ തെറ്റും ചെയ്യാതെ വലിയ ലോല ഹൃദയര്, നല്ല ശുദ്ധ ഹൃദയരാണ് ഈ പറക്കാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ ആത്മീയ ലോകത്ത് പറക്കുന്നതിന് അർത്ഥം വെച്ചാൽ മതി. ആത്മീയ ലോകത്ത് പറക്കാൻ എല്ലാ സംഗതിയും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആത്മീയ ഔന്നത്യം പ്രാപിക്കാൻ പറ്റും. അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് വിശുദ്ധി പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ശരിക്കൊരു തവക്കുൽ, ആ തവക്കുൽ അതെങ്ങനെയാണെങ്കിലും ശരി. ഇപ്പോൾ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട അബൂ ബൈദ റളിയല്ലാഹു തആല അൻഹു ഈ കോവിഡ് പോലത്തെ രോഗം ബാധിച്ച ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ജോർഡാനിലാണ് അദ്ദേഹത്തിന്റെ ഖബർ. അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട അബൂ ബൈദ റളിയല്ലാഹു തആല ഖബർ ഞാൻ പലവട്ടം സന്ദർശിച്ചതാണ്. ജോർഡാനില് അദ്ദേഹത്തിന്റെ ഖബറുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് അബൂ ബൈദ എന്നാണ്. ആ സ്ഥലത്തിന്റെ പേരല്ല എങ്ങനെ. ആ പ്രദേശത്ത് കോവിഡ്, ആ പ്രദേശത്ത് പ്ലാഗ് വർദ്ധിച്ചു വന്ന് പ്ലാഗ് ഒരു സാംക്രമിക രോഗമായി സ്വഹാബികൾ ആകെ മരിച്ചൊടുങ്ങുക. അവിടെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ കാണാൻ കഴിയും, ശുറഹ്ബീൽ ഇബ്നു ഹസൻ റളിയല്ലാഹു തആല സൈന്യത്തിന്റെ നായകനാണ്. അദ്ദേഹത്തിന്റെ ഖബർ നിൽക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്കാട്ടിൽ എത്രയോ സ്വഹാബത്തിന്റെ ഖബറുണ്ട്. വലിയ സ്വഹാബത്തിന്റെ ഒക്കെ പ്ലാഗ് പിടിച്ച് മരിച്ചതാണ്. എല്ലാവരും പ്ലാഗ് പിടിച്ച് മരിച്ചതാണ്. അംവാസിലെ പ്ലാഗ് എന്ന് തന്നെ പറയാം, താഊൻ, അംവാസിലെ പ്ലാഗ്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട അബൂ ബൈദ തങ്ങൾ. ഈ അബൂ ബൈദ റളിയല്ലാഹു തആല അൻഹു ഈ പ്ലാഗ് ബാധിത പ്രദേശത്ത് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വലിയ ദിശനാശാലിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ഒരാളാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് ഭരിക്കുന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഈ വാർത്ത അറിഞ്ഞപ്പോൾ അബൂ ബൈദ റളിയല്ലാഹു തആല അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവരണം, അദ്ദേഹത്തെ അവിടെ നിൽക്കാൻ സമ്മതിക്കരുത്. അദ്ദേഹം ഒരു സൈന്യ സമേതം പോയത്, അദ്ദേഹത്തെ അവിടുന്ന് തിരിച്ചു വിളിക്കണം. അതിനെന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഒരു കത്തയച്ചു. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? ആ കത്തിൽ ഉമർ റളിയല്ലാഹു തആല ആവശ്യപ്പെട്ട എന്താ? ആ കത്തിലെ വാചകം ഇങ്ങനെയാണ്, ഇന്നി ബദത്ലി ഇലൈക ഹാജത്തുൻ ലാ ഗിനാബി ഇൻദക് ലാ ഗിനാബി അൻക. അദ്ദേഹം പറയുകയാണ്, ആ വാചകം നോക്ക് നിങ്ങൾ, ഇന്നി ബദത്ലി ഇലൈക ഹാജത്തുൻ ലാ ഗിനാലി അൻക ഫിഹാ. നിങ്ങൾ ഈ കത്തൊന്ന് വായിക്കണം. കത്ത് വായിച്ചിട്ട് നിങ്ങളിവിടെ അത്യാവശ്യമുണ്ട്, മദീനയിൽ ഇപ്പം നിങ്ങളെ ആവശ്യമുണ്ട്. ഇവിടെ ഫൈനതാക കിതാബി ലൈലൻ ഫഇന്നി അഅ്സിമു അലൈക. ഈ കത്ത് എപ്പോഴാണോ നിങ്ങളെ കയ്യിൽ കിട്ടിയത്, ഈ കത്ത് നിങ്ങളെ കയ്യിൽ കിട്ടിയത് രാത്രിയാണെങ്കിൽ ഫഇന്നി അഅ്സിമു അലൈക അല്ലാ തുസ്ബിഹ, നേരം വെളുക്കാൻ നിൽക്കരുത്. എൻ്റെ ഈ കത്ത് നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നേരം വെളുക്കാൻ നിൽക്കരുത്, അപ്പം തന്നെ പുറപ്പെടണം. അങ്ങനെ പറഞ്ഞ അപ്പം തന്നെ പുറപ്പെടണം. ഹത്താ തർക്കബ ഇലയ്യ, നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യണം. ഫഇന്നതാക കിതാബി ഇലൈല, എന്റെ ഈ കത്ത് രാത്രിയാണ് കിട്ടുന്നെങ്കിൽ അപ്പം തന്നെ പുറപ്പെടണം. ഫഇന്നതാക നഹാറ, പകൽ സമയത്ത് എൻ്റെ ഈ കത്ത് കിട്ടിയാൽ ഫഇന്നി അഅ്സിമു അലൈക അല്ലാ തുംസി ഹത്താ തർക്കബ ഇലയ്യ, നേരം സന്ധ്യയാകാൻ കാത്തു നിൽക്കാതെ ഉടനെ പുറപ്പെടണം. എന്ന് പറഞ്ഞാൽ എന്താണ്? കത്ത് കിട്ടിയാൽ ഉടനെ പോന്നോളണം. രാത്രി കത്ത് കിട്ടിയാൽ നേരം വെളുക്കോളം നിൽക്കാൻ പാടില്ല. പകല് കത്ത് കിട്ടിയാൽ രാത്രിയാവോളം നിൽക്കാൻ പാടില്ല. ഈ കത്തിന്റെ ശൈലി കണ്ടപ്പോൾ ബുദ്ധിമാനായ അബൂ ബൈദ തങ്ങൾക്ക് മനസ്സിലായി, ഇതിപ്പോ മദീനത്ത് ഇന്ന വലിയ ആവശ്യമായിട്ടൊന്നും അല്ല. ഉമർ തങ്ങൾ മദീനത്ത് ഈ കത്ത് കൊടുത്തയച്ചാൽ ഞാനിവിടെ പ്ലാഗിൽ മരിക്കും, അപ്പൊ എന്നെ രക്ഷപ്പെടുത്താനുള്ള പണിയാണ്. ഈ സ്വഹാബത്തിനെ മുഴുവൻ പെട്ടേച്ച് ഞാനിങ്ങനെ പോവാ. അവിടെയാണ് തവക്കുൽ. അദ്ദേഹം ചെയ്ത പണി എന്താണ്?
അദ്ദേഹം ഒരു മറുപടി എഴുതി. എന്താണ് ആ മറുപടി? വളരെ വേദനാജനകമായ ഒരു മറുപടി അദ്ദേഹം എഴുതി. യാ അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിന്റെ ഭരണാധികാരി, അങ്ങേക്ക് ഞാൻ മറുപടി തരുന്നു. ഖദ് അറഫ്തു ഹാജതക ഇലയ്യ, എന്നെ അവിടെ ആവശ്യമുണ്ട് എന്ന നിങ്ങളുടെ കാര്യം ഞാൻ മനസ്സിലാക്കി. ഫഇന്നീ ഫീ ജുന്ദിൻ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം സൈന്യത്തിന്റെ നടുക്കാണ്, ഒരു സൈന്യത്തെ നയിച്ചു കൊണ്ടുവന്നവനാണ് ഞാൻ. വലാ അജ്ദു ബിനഫ്സി റഅബതൻ അനില്ലദീ യുസീബുഹും, ഇവർക്കൊക്കെ ഒരു അപകടം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർക്ക് അപകടം വരും, വലിയൊരു മുസീബത്ത് വരാൻ പോകുന്നുണ്ട്, എനിക്കറിയാം. ഇവിടെ വലിയൊരു രോഗം ബാധിക്കുക. വലാ ഉരീദു ഫിറാഖഹും ഹത്താ യഖ്ദിയല്ലാഹു ഫിയ്യ വഫീഹിം അംറുഹു, അള്ളാഹു അവന്റെ തീരുമാനം അവർക്കും എനിക്കും ഒരുപോലെ ബാധകമാക്കുന്നത് വരെ ഞാൻ അവരെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കുന്നില്ല ഖലീഫ. ഞാൻ ഇവരെ കൊണ്ടുവന്ന് സൈന്യത്തിന്റെ നടുക്ക് നിർത്തിയിട്ട് ഞാൻ അവരെ ഇട്ടേച്ച് പോരാൻ ആഗ്രഹിക്കുന്നില്ല. മരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു മരിക്കും, രക്ഷപ്പെടുന്നെങ്കിൽ ഞങ്ങൾ ഒന്നിച്ചു മരിക്കും. ഫൈദാ അതാക കിതാബി ഹാദാ, എന്റെ ഈ മറുപടി കത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഹല്ലിൽനീ മിൻ അസ്മിക, നിങ്ങളുടെ ആ തീരുമാനത്തിൽ നീ എന്നെ ഒന്ന് അഴിച്ചു തരണം, എന്നെ ഒഴിവാക്കി തരണം. വഅ്ദൻ ലീ ബിൽ ബഖാ, എനിക്ക് ഇവിടെ നിൽക്കാനുള്ള സമ്മതം അങ്ങ് തരണം ഖലീഫ. കണ്ടോ, രോഗം ബാധിച്ചവരുടെ നടുക്ക് നിൽക്കാനാണ് അനുമതി ചോദിക്കുന്നത്. നമ്മുടെ രോഗം ബാധിച്ച സ്ഥലത്ത് പോകരുത് എന്നാണ്. അത് ഇസ്ലാമിന്റെ ഖലീഫ മഹാനായ അബൂബൈദ തങ്ങൾക്കൊരു ഇളവ് പറത്തുകൊണ്ട് പറയുകയാണ്. സാധാരണ നബിത്തങ്ങൾ പറഞ്ഞത് അങ്ങനത്തെ ഒരു സാംക്രമിക രോഗം ഒരു സ്ഥലത്ത് വായിച്ചാൽ അവിടുന്ന് ആരും പോരുന്ന, അങ്ങോട്ടാരും പോരുന്ന. അവിടുന്ന് ഒരാൾ വേറെ സ്ഥലത്ത് പോയാൽ പടരും, അവിടേക്ക് ഒരാൾ വന്നാൽ അവനും പടരും. അതെന്നെ സാമൂഹിക അകലം. ഒരാൾ രോഗം ബാധിച്ച സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, രോഗം പരത്തുന്ന ആൾക്കാർ നമ്മളാകാൻ പാടില്ല, മുസ്ലിങ്ങളെ കൊണ്ട് രോഗം പരത്തിന്ന് വരരുത്. പക്ഷെ ഇവിടെ അബൂബൈദ തങ്ങൾക്കൊരു ഇളവ് കൊടുത്തുകൊണ്ട് നിങ്ങളിവിടെ അത്യാവശ്യം നിങ്ങളൊന്ന് പോരണമെന്ന് പറഞ്ഞ് കത്തയച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതെന്നെ രക്ഷിക്കാനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, തവക്കുലാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു നിലക്കും ഞാൻ വരൂല, എനിക്ക് ഈ സൈന്യത്തെ വിട്ടേച്ച് പോരാൻ വയ്യ, ഞാൻ ഇവർക്കിടയിൽ ഒരുവനാണ്, അതുകൊണ്ട് അമീർ അങ്ങനെക്ക് സമ്മതം തരണം. എന്താ പറഞ്ഞ വാക്ക് നോക്ക്, കരളിപ്പിക്കുന്ന വാക്ക്, എനിക്ക് ഇവിടെ നിൽക്കാനുള്ള അനുമതി അങ്ങ് തരണം ഖലീഫ. അവസാനം ഖലീഫക്ക് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പള്ളിയിരിക്കുമ്പോൾ ഫലമ്മാ ഖറഅ ഉമറുൽ കിതാബ്, ദൂതൻ ഈ കത്ത് കൊണ്ടുവന്ന മദീനത്തെ പള്ളിയിൽ കൊടുത്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലിരിക്കുമ്പോൾ ഈ കത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അംവാസിൽ നിന്നുള്ള, ജോർഡാനിൽ നിന്നുള്ള കത്താണ്, ഷാമിൽ നിന്നുള്ള കത്താണ്. ആ കത്ത് അദ്ദേഹം വായിച്ചപ്പോൾ ബക്കാ ഹത്താ ഫാദത ഐനാഹു, രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞു ഒഴുകും പോലെ കരഞ്ഞു. രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് പോലെ മഹാനവറുകൾ പൊട്ടിക്കരഞ്ഞു. ഫഖാല ലഹു മൻ ഇൻദഹു, ആ കൂട്ടത്തിലുണ്ടായിരുന്ന സദസ്സിലെ ഒരാൾ ഉറക്കെ ചോദിച്ചു, ലിശിദ്ദതി ബുകാഇഹി, ഉമർ തങ്ങളെ കരച്ചിലിന്റെ ഗൗരവം കണ്ടുകൊണ്ട് ചോദിച്ചു, ഉമർ തങ്ങളെ, അമാത അബൂ ഉബൈദത യാ അമീറൽ മുഅ്മിനീൻ, അമാത അബൂ ഉബൈദത യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അബൂ ഉബൈദ തങ്ങൾ മരിച്ചുപോയോ? ഇസ്ലാമിന്റെ അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയോ? ബഹുമാനപ്പെട്ട അമീർ പറഞ്ഞു, ഖലീഫ പറഞ്ഞ എന്താണ്? വലാകിന്നൽ മൗത ഖരീബ്, മരിച്ചിട്ടില്ല, മരണം അടുത്തെത്തിയിട്ടുണ്ട്, മരണം അടുത്തെത്തിയിരിക്കുന്നു, അദ്ദേഹം മരിക്കുന്ന ഉറപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. കണ്ടോ, ആ പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ സഹപ്രവർത്തകരെ കൈവിടാതെ മനോഹരമായി ദീൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു തആല അവിടെ നിന്നു. അതൊരു അസ്മാണ്. നമ്മളോട് പറഞ്ഞെന്താ, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സ്ഥലത്ത് നിൽക്കാൻ രോഗം ബാധിച്ചാൽ അവിടെ നിൽക്കണം എന്നാ. അങ്ങനെ രോഗം ബാധിച്ച് ഇനി അഥവാ പെടുകയാണെങ്കിലോ നമ്മൾ പെട്ട എല്ലാം ചെയ്യാനാ? നമ്മളവിടെ ബേജാറായി ആകപ്പാടെ പലായനം ചെയ്യേണ്ട ഗതിയൊന്നുമില്ല. ഇസ്ലാം ഈ ആളുകൾക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുന്നതാണ്. അങ്ങനെ താവൂസ്, അംവാസിലെ താവൂനിൽ മരിച്ച ആൾക്കാരുണ്ട്, അതുപോലുള്ള സാംക്രമിക രോഗത്തിലാണ് മരിച്ച ഷഹീദാണ്. അപ്പൊ ഒരാൾ കോവിഡ് പിടിച്ച് മരിച്ചു എന്ന് വിചാരിച്ചാൽ അയാൾ മോശക്കാരനെന്ന് കരുതണ്ട, അയാൾ തെറ്റിയതാണെന്ന് കരുതണ്ട. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പക്ഷേ ഇസ്ലാം ഒരുപാട് പ്രൊട്ടക്ഷൻ നടപടിക്രമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യപരമായ നടപടിക്രമങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. അതോടൊപ്പം മനസ്സ് വിശുദ്ധമാകണം. നല്ല മനസ്സുണ്ടോ, നല്ല മനസ്സ് വെച്ച് ദ്വാരനാ തന്നെ അല്ല കേൾക്കുകയും നമ്മൾ ദ്വാരനാ, നമ്മളിപ്പോ എത്രയാണ് ദ്വാരക്കണത് എന്ന് നാസിലത്തിന്റെ കുനൂത്ത് തുടങ്ങി നമ്മൾ. പക്ഷെ എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടുന്നില്ല? വിശുദ്ധരല്ല പലരും നമ്മുടെ കൂട്ടത്തിൽ.
നന്മ നിറഞ്ഞ ആളുകളുടെ കുറവുണ്ട്. അതാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൗമിനെ വെച്ച് ദ്വാരുന്ന പോലെയാണ്. മൂസ നബി കൗമിനെ വെച്ച് ദ്വാരുന്നല്ലോ, വീണ്ടും ദ്വാരുന്നല്ലോ, മഴ പെയ്തില്ലല്ലോ. മഴയ്ക്ക് വേണ്ടി ഇതുപോലെ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി ദ്വാരുന്നിട്ട് പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കും. മൂസ നബിനോട് അല്ലാഹ് പറഞ്ഞു, മൂസ നബി നിങ്ങൾ ദ്വാരുന്നോളൂ എന്ന് പറഞ്ഞു. ദ്വാരുന്നു. 3 വട്ടം ജനങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ തരണേ. മഴ കൊടുത്തില്ല. മൂസാ നബി വേഗം ചോദിച്ചു, പഠിച്ചോ ഇത്രയൊക്കെ ദ്വാരന്നിട്ട് മഴ തരാതെ പിന്നെന്താന്ന് ചോദിച്ചു. അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾക്ക് മഴ തരൂല. ഇന്ന ഫീക്കും നമ്മാമ, ഒരു നമീമത്ത് പറഞ്ഞ ആളാ കൂട്ടത്തിലുണ്ട്, ഒരു കുരുത്തക്കെട്ടുണ്ട്, ഓനെ വെച്ച് ദ്വാരന്നാ കിട്ടൂല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു സദസ്സിൽ മോശപ്പെട്ട ആളുണ്ടെങ്കിൽ അയാളെ വെച്ച് ദ്വാരന്നാ കിട്ടൂല. ഉത്തരം റഹ്മത്ത് കിട്ടൂല. കാത്തി ഒരു റഹ്മുണ്ടായാൽ മതി. കുടുംബബന്ധം മുറിച്ച പെണ്ണുങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, കുടുംബബന്ധം മുറിച്ച ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ദ്വാരന്നിട്ട് ഒരു കാര്യമില്ല, ആര് ദ്വാരന്നിട്ട് കാര്യമില്ല. കുടുംബബന്ധം മുറിച്ച ആൾ സദസ്സിലുണ്ടെങ്കിൽ റഹ്മത്ത് വരൂല എന്ന പോലെയാണ്. അതാണ് ചിന്തിക്കേണ്ടത്. മൂസാ നബിനോട് അല്ലാഹ് പറഞ്ഞു, മൂസാ നബി നമ്മാമുണ്ടുകളെ കൂട്ടത്തിൽ ഒരാൾ നമീമത്ത് ഉണ്ടാക്കുന്ന ഭയങ്കര കുഴപ്പക്കാരൻ. മൂസാ നബിക്ക് ദേഷ്യം പിടിച്ചു. മൂസാ നബിന് ചൂടായി. ഇക്കണ്ട ദ്വായൊക്കെ നടത്തിയിട്ട് ഉത്തരം കിട്ടാത്തത് ഓനെ കൊണ്ടാണോ? ദേഷ്യം പിടിച്ചിട്ട് മൂസാ നബി പറഞ്ഞു, പടച്ചോനെ അഖ്ബിർനി മൻ ഹുവ, ആരാണോൻ? ഇപ്പണ് പറഞ്ഞത് ലി നുഖ്രിജഹു മിൻ ബൈനിന, ഇപ്പൊ പുറത്താക്കും ഓനെപ്പണ് അറിയണമെന്നാണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞെന്താ? അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയെ അൻഹാക്കും അനി നമീമത്തി, നമീമത്ത് പറയണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കണത്. ഫഅകൂന നമ്മാമ, ഓനെ ചൂണ്ടിക്കാണിച്ച് ഞാൻ പുതിയ നമീമത്ത് ഉണ്ടാക്കണോ ചോദിച്ചു. അത് ശരിയാണോ? ഓനെ പറഞ്ഞാൽ അതായാലും വലിയ കുഴപ്പമില്ലേ? അത് പറയാൻ പറ്റൂല. മൂസാ നബിക്ക് ചോദിക്കേണ്ടിയിരുന്നില്ലെന്നായി. അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയാൻ പാടില്ല. അങ്ങനെ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും തകർപ്പൻ മഴ. അപ്പൊ മൂസാ നബി തങ്ങൾ ചോദിച്ചു, എന്താ പഠിച്ചോനെ എങ്ങനെ ഓണ്ടായ മഴ പെയ്യൂല എന്ന് പറഞ്ഞു. ഓന് പറഞ്ഞൊന്നുമില്ല, അപ്പൊ മഴ പെയ്തും ചെയ്തു. അതെന്തേന്ന് ചോദിച്ചു. അപ്പോഴാണ് അല്ലാഹ് പറഞ്ഞു കൊടുത്തത്, മൂസാ നബിയെ അഖ്ബിർനി മൻ ഹുവ, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ അവൻ ആരാണെന്ന് ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ ആ ആളെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്താവും? ഞാൻ പറയുമെന്ന് അവൻ കരുതി. അവൻ മനസ്സിൽ തൗബ ചെയ്തു. മാനക്കേടുണ്ടോ? അവനാന്ന് പറഞ്ഞാൽ ആ മാനക്കേടൂലേ? അപ്പൊ അവൻ തൗബ ചെയ്ത് കരഞ്ഞുപോയി. അവൻ മനസ്സിൽ, അവന്റെ കൽബിലും കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവന് പുറത്തു കൊടുത്തപ്പോൾ മഴയും പെയ്തു.